നമസ്കാരം. പി എസ് ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ബയോളജിയിലെ രോഗങ്ങളും രോഗകാരികളും അല്ലേ. നമ്മളെല്ലാ പരീക്ഷാ പേപ്പർ എടുത്ത് നോക്കിയാൽ നമുക്ക് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി സാധിക്കാറുണ്ട്. നമുക്ക് നോക്കാം. രോഗങ്ങൾ കാരണമാകുന്ന സൂക്ഷ്മജീവികൾ ഏതൊക്കെയാണ്? അതൊന്നും പി എസ് ചോദിക്കാറില്ല. ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ എന്നിവയൊക്കെയാണ്. എന്താണ് രോഗങ്ങൾക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവികളാണ് ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവ. എങ്കിൽ എപ്പിഡെമിക്, ഇത് പി എസ് ചോദിച്ചതാണ്. എപ്പിഡെമിക് ഡിസീസസ് അല്ലെങ്കിൽ എപ്പിഡെമിക് രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ പൊതുവെ അറിയപ്പെടുന്ന പേരാണ് എപ്പിഡെമിക് ഡിസീസസ് എന്നാണ്. വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ പൊതുവായി പറയുന്ന പേര് എപ്പിഡെമിക് ഡിസീസസ് എന്നാണ് അല്ലേ. ഇനി എൻഡമിക് ഡിസീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഡമിക് ഡിസീസസ് സമൂഹത്തിൽ വളരെ കാലങ്ങളായി നിലനിൽക്കുന്നതും പൂർണ്ണമായി തുടച്ചു നീക്കാൻ കഴിയാത്തതുമായ രോഗങ്ങൾ അറിയപ്പെടുന്നത് എൻഡമിക് രോഗങ്ങൾ എന്നാണ്. എൻഡമിക് ഡിസീസസ് ചിലപ്പോൾ പി എസ് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഇങ്ങനെയാണ് സമൂഹത്തിൽ വളരെ കാലങ്ങളായി നിലനിൽക്കുന്നതും പൂർണ്ണമായും തുടച്ചു മാറ്റാൻ കഴിയാത്തതുമായ രോഗങ്ങൾ അറിയപ്പെടുന്നത് എപ്പിഡമിക് ഡിസീസസ് ആണ്. എപ്പിഡമിക് ഡിസീസസ് ആണെന്നായിരിക്കും ചിലപ്പോൾ പി എസ് തരുന്നത്. ശരിയായ പ്രസ്താവനയാണോ? തെറ്റായ പ്രസ്താവനയാണ്. എന്താണ്? എൻഡമിക് ഡിസീസസ് ആണ്. എങ്കിൽ എപ്പിഡമിക് ഡിസീസസ് എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ? വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ പൊതുവായി അറിയപ്പെടുന്നതാണ് എന്തിനാ? എപ്പിഡമിക് ഡിസീസ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലായോ? യെസ്. ഇനി കൺഫ്യൂഷൻ വരില്ലേ. ഇനി പാൻഡമിക് ഡിസീസസ് എന്താണ്? പാൻഡമിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്കോ ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്കോ അതിവേഗം പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് പാൻഡമിക് രോഗങ്ങൾ എന്നാണ്. പാൻഡമിക് രോഗങ്ങൾ മനസ്സിലാവുന്നില്ലേ? യെസ്. അപ്പം എന്താണ് പാൻഡമിക് രോഗങ്ങൾ? പാൻഡമിക് ഡിസീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാൻഡമിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ യെസ്, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്കോ ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്കോ അതിവേഗം പടർന്നു പിടിക്കുന്ന രോഗങ്ങളാണ് പാൻഡമിക് ഡിസീസസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി സൂനോസിസ് രോഗങ്ങൾ അല്ലെങ്കിൽ സൂനോസിസ് രോഗം എന്ന് പറഞ്ഞാൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നതാണ് സൂനോസിസ് രോഗങ്ങൾ. എന്താണ്? മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് സൂനോട്ടിക് ഡിസീസസ് എന്നാണ്. മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? ഇതൊക്കെ പി എസ് സി ഒരു തവണയെങ്കിലും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തവണ ചോദിച്ച ചോദ്യങ്ങളാണ് ഇവയൊക്കെ. മനസ്സിലായോ? ഇത്രയും കാര്യം മനസ്സിലായോ? യെസ്. സൂനോട്ടിക് അല്ലെങ്കിൽ സൂനോസിസ് രോഗങ്ങൾ. ഓക്കെ അല്ലേ? യെസ്. ഇനി മൃഗങ്ങൾക്കിടയിലെ സാംക്രമിക രോഗങ്ങൾ അറിയപ്പെടുന്നത് എപ്പിസൂട്ടിക് എന്നാണ്. എപ്പിസൂട്ടിക് എന്താണ്? എപ്പിസൂട്ടിക് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരെ മൃഗങ്ങൾക്കിടയിലെ സാംക്രമിക രോഗങ്ങൾ അറിയപ്പെടുന്നത് എപ്പിസൂട്ടിക് രോഗങ്ങൾ എന്നാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഓർക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു ലിങ്ക് പറയാം. നമ്മുടെ മൃഗങ്ങളെ കാഷ്ടം എന്ന് നമ്മൾ എന്താ പറയാ? അപ്പി എന്ന് പറയാറുണ്ടല്ലേ? അപ്പി. അപ്പം അവരുടെ മൃഗങ്ങളുടെ അപ്പിയിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങൾ മറ്റു പകരുന്ന രോഗങ്ങളാണെന്ന് ജസ്റ്റ് നോർത്ത് വെക്കുക. അപ്പം എപ്പിസൂട്ടിക് മൃഗങ്ങൾക്കിടയിലെ സാംക്രമിക രോഗങ്ങൾ അറിയപ്പെടുന്നത് എപ്പിസൂട്ടിക് എന്നാണ്. ഞാൻ ജസ്റ്റ് എന്താണ് നിങ്ങൾക്ക് ഓർത്ത് വെക്കാനുള്ള ജസ്റ്റ് ഒരു ഇതാണ് പറഞ്ഞത്. യെസ്. ഇനി തെറ്റായ ജീവിതശൈലിയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് ജീവിതശൈലി രോഗങ്ങളാണല്ലേ. തെറ്റായ ജീവിതശൈലിയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് ജീവിതശൈലി രോഗങ്ങളാണ്. ഈ കഴിഞ്ഞ പരീക്ഷയിൽ പി എസ് ചോദിച്ചതാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അല്ലേ. ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, പക്ഷാഘാതം എന്നിവ ജീവിതശൈലി രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. നമ്മുടെ തെറ്റായ ജീവിതശൈലി, ഫാസ്റ്റ് ഫുഡ്, അതുപോലെ വ്യായാമക്കുറവ് എന്നിവയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. അവയ്ക്ക് ഉദാഹരണമാണ് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും പക്ഷാഘാതം എന്നിവ. ഒക്കെ മനസ്സിലാവുന്നില്ലടാ? യെസ്. ഇനി ബാക്ടീരിയ, വൈറസുകൾ, ഫംഗസുകൾ, പ്രോട്ടോസോവകൾ, വിരകൾ മുതലായ വിഭാഗത്തിൽപ്പെട്ട പലതരം ജീവികൾ മനുഷ്യരിൽ രോഗങ്ങൾക്ക് കാരണമാകുന്നു. ഇവ അറിയപ്പെടുന്നത് രോഗകാരികൾ എന്ന് പറഞ്ഞാൽ
ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോവകൾ, വിരകൾ അല്ലേ, ഇവയെല്ലാം നമുക്ക് എന്താണ് മനുഷ്യരിൽ എന്തുണ്ടാക്കുന്നു, രോഗങ്ങൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ അവയെ രോഗകാരികൾ എന്നാണ്, പാത്തോജൻസ് എന്ന് പറയുന്നു. രോഗകാരികൾ അല്ലെങ്കിൽ പാത്തോജൻസ് എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? യെസ്. ഇനി ഇൻക്യുബേഷൻ പീരീഡ് പീസ് എഴുതാൻ ചോദിച്ചാണ് എന്താണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണം കണ്ടു തുടങ്ങുന്നത് വരെയുള്ള കാലയളവ് അറിയപ്പെടുന്നതാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. എന്താണ്? രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണം കണ്ടു തുടങ്ങുന്നത് വരെ, രോഗം പോകുന്നത് വരെയല്ല കേട്ടോ, രോഗം നമ്മളിൽ നിന്നും പോകുന്നത് വരെയല്ല, രോഗലക്ഷണം കണ്ടു തുടങ്ങുന്നത് വരെയുള്ള കാലയളവാണ് കൂട്ടുകാരെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലേ? യെസ്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ബാക്ടീരിയ രോഗങ്ങൾ അല്ലേ, ബാക്ടീരിയ രോഗങ്ങൾ, വൈറസ് രോഗങ്ങൾ, അതുപോലെ തന്നെ എന്താണ് ബാക്ടീരിയ, വൈറസ്, ഫംഗസ് രോഗങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിച്ചതാണ് സന്നിപാത ജ്വരം അല്ലെങ്കിൽ ടൈഫോയിഡിന് കാരണമായ സൂക്ഷ്മജീവി ഏതാണ് കൂട്ടുകാരെ? അത് ബാക്ടീരിയ ആണ്. ഏതാണ്? ബാക്ടീരിയ. സന്നിപാത ജ്വരം അല്ലെങ്കിൽ ടൈഫോയിഡ് അല്ലേ, സന്നിപാത ജ്വരം അല്ലെങ്കിൽ ടൈഫോയിഡ് എന്താണ് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? ബാക്ടീരിയ ആണ് അല്ലേ. ഇനി ഈ ടൈഫോയിഡിന് കാരണമാകുന്ന രോഗകാരിയായ ബാക്ടീരിയ ഏത് ബാക്ടീരിയ? നമ്മൾ പഠിച്ചു ബാക്ടീരിയ ആണ് ടൈഫോയിഡ് രോഗത്തിന് കാരണം അല്ലേ. ഇനി ഏത് ബാക്ടീരിയ ആണ്? സാൽമോണല്ല ടൈഫി. നമ്മുടെ PSC എന്താണ് നമ്മുടെ ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ടൈഫോയിഡിന് കാരണമാകുന്ന രോഗക്കാരി ഇത് സാൽമോണല്ല ടൈഫി ആണ്. സാൽമോണല്ല ടൈഫി. ഓക്കെ. യെസ്. ഇതിൻ്റെ ഒക്കെ എന്താണ് രോഗകാരികൾ. അതുപോലെ തന്നെ നമ്മുടെ PSCയുടെ നമ്മുടെ സയൻസുമായി ബന്ധപ്പെട്ടുള്ള PVQ ചോദ്യങ്ങളൊക്കെ ഫോൾസ് രൂപത്തിൽ നമ്മുടെ PSC ട്രിക്സിൻ്റെ എന്താണ് പെയ്ഡ് അതായത് നമ്മൾ എന്താണ് പെയ്ഡ് എന്ന് പറയുന്നത് എന്താണ് 22 രൂപ. നിങ്ങൾ പല ആൾക്കാരും നമ്മുടെ 22 രൂപയുടെ PDF-ൻ്റെ പെയ്ഡ് ബാച്ചിൽ കറണ്ട് അഫയേഴ്സിൻ്റെ PDFൻ്റെ പെയ്ഡ് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവും അല്ലേ. ആ ജോയിൻ ചെയ്തവർക്കറിയാം നിങ്ങൾക്ക് എന്താണ് ഉപകാരപ്രദമാകുന്ന കുറേ പോൾസ് ഇംഗ്ലീഷിൻ്റെയും PVQ ചോദ്യങ്ങൾ, അതുപോലെ തന്നെ എന്താണ് മറ്റ് ഈ നടന്ന PVQ ചോദ്യങ്ങളൊക്കെ പോൾസ് രൂപത്തിൽ നിങ്ങൾക്ക് നൽകുന്നുണ്ട് അല്ലേ. ഇനി ആരെങ്കിലും നമ്മൾ PDF എന്ന് ഉദ്ദേശിച്ചത് 2025 ജനുവരി മുതൽ 2025 ജൂൺ വരെയുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ PDF ആയിരിക്കും ഈ 22 രൂപയ്ക്ക് നിങ്ങൾക്ക് നൽകുന്നത്. കൂടാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് PSC പരീക്ഷയ്ക്ക് ആവശ്യമായ മറ്റു PDFകളും മറ്റ് പോൾസുകളും ഇംഗ്ലീഷും മലയാളവും അതുപോലെ തന്നെ PSC ബുള്ളറ്റിലെ കറണ്ട് അഫയേഴ്സ്, ഇനി മറ്റു സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന കറണ്ട് അഫയേഴ്സ്, 2024 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കറണ്ട് അഫയേഴ്സ്, അതൊക്കെ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെ PDF-ഉം നിങ്ങൾക്ക് ലഭിക്കും. ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ, ജോയിൻ ചെയ്യാത്ത കൂട്ടുകാർ, കുറേ ആൾക്കാർ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ, PDF ആവശ്യമുള്ള കൂട്ടുകാർ 96 45 24 0954 എന്ന നമ്പറിലേക്ക് ഒരു ഹായ് അയക്കാം. അപ്പം ഒരു QR കോഡ് നിങ്ങൾക്ക് അയച്ചു തരും. അതിനുശേഷം എന്താണ് പേ ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ട് നേരെ ആ വാട്സപ്പിലേക്ക് തന്നെ, ഇതിൽ ഹായ് അയക്കുന്നത് വാട്സപ്പിലാണ് കോൾ ചെയ്യാതിരിക്കുക. അവർ എന്താണ് നിങ്ങളെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്താൽ ഓഗസ്റ്റ് 9 നമ്മുടെ ASM CPA ബാച്ച് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓഗസ്റ്റ് 9 വരെ ആയിരിക്കും ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. അതുവരെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ PDF-കളും അതുപോലെ തന്നെ അത് അഡീഷണൽ ആണ്. 22 രൂപ നമ്മൾ കറണ്ട് അഫയേഴ്സ് ആണ് മെയിൻ. കറണ്ട് അഫയേഴ്സിൻ്റെ PDF-നാണ് ഇത്തരത്തിലുള്ള 22 രൂപ നിങ്ങൾ ഈടാക്കുന്നത്. ഓക്കെ. ഇനി ബാക്കി അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള PDF-കൾ മറ്റ് സോഴ്സിൽ നിന്ന് ലഭിക്കുന്ന PDF-കൾ അതൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. യെസ്. ഓൾറെഡി 2024 ഇമ്പോർട്ടൻ്റ് ആയ കറണ്ട് അഫയേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. 2025 PSC ബുള്ളറ്റിലെ കറണ്ട് അഫയേഴ്സ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ മന്ത് വൈസ് മറ്റ് കറണ്ട് അഫയേഴ്സുകളും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അല്ലേ. യെസ്. തീർച്ചയായിട്ടും 22 രൂപ നിങ്ങൾക്ക് എന്താണ് ഉറപ്പായിട്ടും
അത് ലാഭകരമായിരിക്കും. ഓക്കെ, യെസ്. ഇനി സാൽമോണല്ല ടൈഫി എന്ന ബാക്ടീരിയയാണ് ഇതിന് കാരണം നമ്മുടെ സന്നിപാത ജ്വരം അല്ലെങ്കിൽ ടൈഫോയിഡിന് കാരണം എന്ന് പഠിച്ചു അല്ലേ? യെസ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ക്ലാസ് കേട്ടിട്ട് എന്തെങ്കിലും മനസ്സിലാവുകയുണ്ടെങ്കിൽ എന്താണ് ഇത് ആദ്യം മുതൽ അവസാനം കണ്ടാൽ തീർച്ചയായിട്ടും 2 മാർക്ക് ഇതൊന്നും ഉറപ്പാണ്. യെസ്. ഇനി ഈ സാൽമോണല്ല ടൈഫി എന്ന ബാക്ടീരിയ എങ്ങനെയാണ് മനുഷ്യരത്തിൽ പ്രവേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ എങ്ങനെ പറയണം? ഒരാൾ നിങ്ങളോട് പറയുകയാണ് സാൽമോണല്ല ടൈഫി എന്ന ബാക്ടീരിയ കൊതുക് വഴിയാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് അല്ലേ? അങ്ങനെ പറഞ്ഞാൽ എന്താണ്? അത് തെറ്റായ പ്രസ്താവനയാണ്. പിന്നെ എങ്ങനെയാ എത്തുക? ഈ ബാക്ടീരിയകളാൽ മലിനമാക്കപ്പെട്ട ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും ഇവ ചെറുകുടലിലേക്കും അവിടെ നിന്ന് രക്തത്തിലൂടെ മറ്റ് അവയവങ്ങളിലേക്കും പ്രവേശിക്കുന്നു അല്ലേ? അപ്പം നമ്മുടെ സാൽമോണല്ല ടൈഫി എന്ന ബാക്ടീരിയയുള്ള മലിനജലത്തിൽ നമ്മൾ കളിക്കുന്ന അല്ലേ? അല്ലെങ്കിലോ ആഹാരത്തിലൂടെ മലിനമാക്കപ്പെട്ട ആഹാരത്തിലൂടെ എന്താക്കുന്നു? നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നു. ഇവ ചെറുകുടലിലേക്കും അവിടെ നിന്ന് ശരീരത്തിലൂടെ മറ്റ് അവയവങ്ങളിലേക്കും പ്രവേശിക്കുന്നു അല്ലേ? ഇനി ടൈഫോയിഡിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നീണ്ടു നിൽക്കുന്ന കടുത്ത പനി, 30°C മുതൽ 40°C വരെ ആയിരിക്കും നമ്മുടെ പനി അല്ലേ? ഇനി നല്ല ക്ഷീണം അനുഭവപ്പെടും, തലവേദന ഉണ്ടാവും, വയറുവേദന ഉണ്ടാവും, വിശപ്പില്ലായ്മ ഉണ്ടാവും, മലബന്ധം എന്നീ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് ടൈഫോയിഡ് ആവാം. നീണ്ടു നിൽക്കുന്ന കടുത്ത പനിയും ക്ഷീണവും തലവേദനയും വയറുവേദനയും വിശപ്പില്ലായ്മയും മലബന്ധം എന്നിവയൊക്കെ എന്തെങ്കിൽ എന്താക്കുക? ടൈഫോയിഡ് ടെസ്റ്റ് ചെയ്യുക അല്ലേ? ഇനി ടൈഫോയിഡ് രോഗം മൂർച്ഛിക്കുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? കൂടുതൽ ദ്വാരങ്ങൾ ഉണ്ടാവുകയും രോഗിക്ക് മരണം വരെ സംഭവിക്കുകയും ചെയ്യും. നമ്മുടെ കുടലിൽ നിന്നുണ്ടാകും ബാക്ടീരിയ, ഈ സാൽമോണല്ല ടൈഫി എന്ന ബാക്ടീരിയകൾ രോഗം മൂർച്ഛിച്ചാൽ നമ്മുടെ കുടലിൽ എന്താക്കും? അവ ദ്വാരങ്ങൾ ഉണ്ടാക്കും അല്ലേ? അങ്ങനെ രോഗിക്ക് മരണം വരെ സംഭവിച്ചേക്കാം. ഓക്കെ അല്ലേ? യെസ്. ഇനി ഈ ടൈഫോയിഡ് രോഗം സ്ഥിരീകരിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് വൈഡൽ ടെസ്റ്റ്. PSC എത്രയോ തവണ കഴിഞ്ഞൊരു ഈ അടുത്താണ് ഒരു പരീക്ഷ ചോദിച്ചു. വൈഡൽ ടെസ്റ്റ് എന്താണ്? ടൈഫോയിഡ് വൈഡൽ ടെസ്റ്റ് എന്ത് സ്ഥിരീകരിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ടൈഫോയിഡ്. മനസ്സിലായോ? യെസ്. ഇനി ന്യൂമോണിയക്ക് കാരണമായ സൂക്ഷ്മജീവി ബാക്ടീരിയയാണ് നമ്മൾ പറഞ്ഞു സാൽമോണല്ല ടൈഫി എന്ന ബാക്ടീരിയയാണ് നമ്മുടെ ടൈഫോയിഡ് രോഗത്തിന് കാരണം എന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിലൊക്കെ ന്യൂമോണിയ വന്നിട്ട് മരിച്ചു അല്ലേ? ആ വ്യക്തി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കുമാരേട്ടൻ അല്ലെങ്കിൽ ഒരാള് ന്യൂമോണിയ വന്ന് ബാധിച്ചു മരിച്ചു അല്ലേ? ന്യൂമോണിയ രോഗം എന്താണ്? മരണത്തിന് വരെ എന്നാണ് നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ എന്താണ്? മരണം വരെ സംഭവിച്ചേക്കാം. അപ്പം ആ ന്യൂമോണിയ അല്ലെങ്കിൽ ഒരു വ്യക്തി ന്യൂമോണിയ വന്ന് മരിച്ചു എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം അതൊരു ബാക്ടീരിയ രോഗമാണ് അല്ലേ? ഏത് ബാക്ടീരിയ ആണ് ന്യൂമോണിയക്ക് കാരണമാകുന്നതെന്ന് ചോദിച്ചാൽ പറയണം അത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ അല്ലെങ്കിലോ എന്താണ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്നീ ബാക്ടീരിയകളാണ് ന്യൂമോണിയ രോഗത്തിന് കാരണം. ന്യൂമോണിയ രോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതൊക്കെയാണ്? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, അതുപോലെ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്നീ ബാക്ടീരിയകളാണ് എന്താണ് ന്യൂമോണിയ രോഗത്തിന് കാരണം. എന്താണ് ഈ ന്യൂമോണിയക്ക് കാരണമാകുന്ന ബാക്ടീരിയ? ഇതുവരെ PSC ചോദിച്ചായിട്ട് കണ്ടിട്ടില്ല എങ്കിലും ഓർത്തു വെക്കുക, നമ്മുടെ കാലക്കേട് ചിലപ്പോൾ ചോദിച്ചേക്കാം അല്ലേ? അപ്പൊ ന്യൂമോണിയ ഒരു ബാക്ടീരിയ രോഗമാണ്. ഏത് തരത്തിലുള്ള ബാക്ടീരിയയാണ് നമ്മുടെ ന്യൂമോണിയ രോഗം പരത്തും ചോദിച്ചാൽ പറയണം അത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയും ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ഏത് നമ്മുടെ ന്യൂമോണിയ രോഗത്തിന് കാരണം അല്ലേ? PSC ചോദിച്ചതാണ് ന്യൂമോണിയ ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? അത് ശ്വാസകോശത്തിലെ വായുവറകളെ, ശ്വാസകോശത്തെയാണ് ന്യൂമോണിയ ബാധിക്കുന്നത് അല്ലേ? ന്യൂമോണിയക്ക് കാരണമായ ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായി അണുബാധ ഉണ്ടാകുകയും വായു അറകൾ ദ്രവത്താൽ നിറയുകയും കഠിനമായ ശ്വസന പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഈ പ്രസ്താവന ശരിയോ തെറ്റോ? ശരിയാണല്ലേ? നമ്മൾ പറഞ്ഞു ന്യൂമോണിയ ബാധിക്കുന്നത് നമ്മുടെ ശ്വാസകോശത്തെയാണ്. ശ്വാസകോശത്തിലെ വായുവറകളെയാണ് ഈ ന്യൂമോണിയക്ക് കാരണമാകുന്ന ബാക്ടീരിയ
പ്രവർത്തിക്കുന്നതിന്റെ ഫലമായി നമ്മുടെ ശ്വാസകോശത്തിൽ അണുബാധ ഉണ്ടാവുകയും വായുവറകൾ ദ്രവത്താൽ നിറയുകയും കഠിനമായ ശ്വസന പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും അങ്ങനെ രോഗിയുടെ മരണത്തിലേക്ക് കാരണമാവുകയും ചെയ്യും. എന്താണ്, ഏത് രോഗമാണ്? ന്യൂമോണിയ. എങ്ങനെയാ പരത്തുക? ബാക്ടീരിയ രോഗമാണ് ന്യൂമോണിയ അല്ലേ. ഇനി പനി, വിറയലി, ചുമ, തലവേദന. പനി, വിറയലി, ചുമ, തലവേദന എന്നിവയാണ് ന്യൂമോണിയയുടെ പ്രധാന ലക്ഷണമാണ്. എന്തൊക്കെയാണ്? പനി, അതുപോലെ തന്നെ വിറയലി, അതുപോലെ ചുമ, തലവേദന എന്നിവ എന്താണ് നമ്മുടെ ന്യൂമോണിയ രോഗത്തിന്റെ പ്രധാന ലക്ഷണമാണ്. മനസ്സിലായോ? യെസ്. ഇനി ഈ ന്യൂമോണിയ രോഗം മൂർച്ഛിച്ചു എന്ന് എപ്രകാരം മനസ്സിലാക്കാം? ചുണ്ടുകളും കൈവിരലിന്റെ നഖങ്ങളും ചാരനിറത്തിൽ നിന്ന് നീലനിറത്തിലേക്ക് മാറുന്നു. നമ്മുടെ ചുണ്ടുകളും കൈവിരലിന്റെ നഖങ്ങളും ചാരനിറത്തിൽ നിന്നും നീല നിറത്തിലേക്ക് മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറയണം? യെസ്, നിങ്ങൾക്ക് ന്യൂമോണിയ രോഗമാണ് എന്ന് ടെസ്റ്റ് ചെയ്യണേ. അത് നിങ്ങളുടെ മരണത്തിലേക്ക് നയിച്ചേക്കാം. ന്യൂമോണിയ എന്ന ബാക്ടീരിയ രോഗമാണ് ഇത് നിങ്ങളുടെ മരണത്തിലേക്ക് നയിച്ചേക്കാം എന്ന് നിങ്ങൾ പറയണം. മനസ്സിലായോടാ? യെസ്. ഇനി രോഗിയായ വ്യക്തിയിൽ നിന്ന് സ്വതന്ത്രമാകുന്ന സ്രവങ്ങളോ കണികകളോ ശ്വസിക്കുന്നത് മൂലമോ അല്ലെങ്കിൽ രോഗി ഉപയോഗിച്ച ഗ്ലാസുകളോ പാത്രങ്ങളോ പങ്കുവെക്കുന്നത് മൂലമോ എന്താടാ ആരോഗ്യവാനായ ഒരു വ്യക്തിക്ക് ന്യൂമോണിയ രോഗം വരാം. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? ആ പ്രസ്താവന ശരിയാണല്ലേ. നമ്മൾ ന്യൂമോണിയ ബാധിച്ച ഒരു വ്യക്തിയിൽ നിന്ന് സ്വന്തമാകുന്ന സ്രവങ്ങളോ കണികകളോ ശ്വസിക്കുന്നത് മൂലമോ അല്ലെങ്കിൽ രോഗി ഉപയോഗിച്ച ഗ്ലാസുകളോ പാത്രങ്ങളോ പങ്കുവെക്കുന്നത് മൂലമോ ആരോഗ്യവാനായ ഒരു വ്യക്തിക്ക് ന്യൂമോണിയ രോഗം എന്താക്കാം? പടർന്നു പിടിച്ചേക്കാം. ഓക്കെ അല്ലേ? യെസ്. ഇനി ഡിഫ്തീരിയ രോഗത്തിന്റെ കാരണം ബാക്ടീരിയയാണ്. നമ്മൾ പറഞ്ഞു ടൈഫോയിഡ് ബാക്ടീരിയ രോഗമാണ്. ന്യൂമോണിയ അല്ലെ. ന്യൂമോണിയ എന്താണ്? ഒരു ബാക്ടീരിയ രോഗമാണ്. ഇനി ഡിഫ്തീരിയ, ടൈഫോയിഡ്, ന്യൂമോണിയ, ഡിഫ്തീരിയ എന്താണ്? അതും ഒരു ബാക്ടീരിയ രോഗമാണ്. ഈ ഡിഫ്തീരിയ രോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതെന്ന് ചോദിച്ചാൽ എന്ത് പറയും? അത് കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയെ. ഓക്കെ അല്ലേ? യെസ്. ഇനി ചുമ, തുമ്മൽ എന്നിവയിലൂടെയും രോഗബാധിതയിൽ നിന്ന് മറ്റൊരാളിലേക്ക് നേരിട്ട് പകരുന്ന രോഗമാണ് ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ളി എന്ന് പറഞ്ഞാലും ഡിഫ്തീരിയ എന്ന് പറഞ്ഞാലും സെയിം ആണ്. അപ്പം എന്താണ് ഡിഫ്തീരിയ ബാധിച്ച അല്ലെങ്കിൽ തൊണ്ടമുള്ളു ബാധിച്ച ഒരു വ്യക്തിയുടെ ചുമ, തുമ്മൽ എന്നിവയിലൂടെയും രോഗബാധിതയിൽ നിന്ന് മറ്റൊരാളിലേക്ക് നേരിട്ടും പകരുന്ന രോഗമാണ് ഡിഫ്തീരിയ. മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മസ്ഥലത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഡിഫ്തീരിയ. ഇതൊക്കെയാണ് മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മസ്ഥലത്തെ ബാധിക്കുന്ന രോഗമാണ് ഡിഫ്തീരിയ ഒരു ബാക്ടീരിയ രോഗമാണ്. ഡിഫ്തീരിയ രോഗത്തിന്റെ കാരണം ബാക്ടീരിയ എന്ന് ചോദിച്ചാൽ പറയണം അത് കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയ. ഇനി ഡിഫ്തീരിയ രോഗം എങ്ങനെയാണ് പകരുക? ചുമ, തുമ്മൽ എന്നിവയിലൂടെയും രോഗബാധിതരിൽ നിന്ന് മറ്റൊരാളിലേക്ക് നേരിട്ടും പകരുന്ന രോഗമാണ് ഏത്? തൊണ്ടമുള്ളു എന്നും അറിയപ്പെടുന്ന ഡിഫ്തീരിയ. ഇനി ഈ ഡിഫ്തീരിയ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പനിയുണ്ട്, തൊണ്ടവേദനയുണ്ട്, കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികളുള്ള വീക്കം എന്നിവയൊക്കെ ഡിഫ്തീരിയ രോഗത്തിന്റെ എന്താണ്? ലക്ഷണങ്ങളാണല്ലേ. പനി, തൊണ്ടവേദന, കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികളുള്ള വീക്കം എന്നിവയൊക്കെ ഡിഫ്തീരിയ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങളാണ്. ഇനി ടോക്സിനുകളിലാൽ നശിക്കപ്പെട്ട ശ്ലേഷ്മാവരണത്തിലെ കോശങ്ങൾ 2-3 ദിവസങ്ങൾക്കകം കട്ടിയുള്ള ആവരണം തൊണ്ടയിൽ ഉണ്ടാക്കുന്നു. കട്ടിയുള്ള ചാരനിറത്തിലുള്ള ആവരണം തൊണ്ടയിലുണ്ടാക്കുന്നു അല്ലേ. ടോക്സിനുകളാൽ നശിക്കപ്പെട്ട ശ്ലേഷ്മാവരണത്തിലെ കോശങ്ങൾ 2-3 ദിവസങ്ങൾക്കകം കട്ടിയുള്ള ഒരു ചാരനിറത്തിലുള്ള ആവരണം തൊണ്ടയിൽ ഉണ്ടാക്കുന്നു. ഇനി ഈ ഡിഫ്തീരിയ രോഗം മൂർച്ഛിക്കുമ്പോൾ ശരീരത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു? ക്രമേണ മസ്തിഷ്കം, ഹൃദയം, വൃക്ക എന്നിവ തകരാറിലാകുന്നു. രോഗിക്ക് മരണം വരെ സംഭവിച്ചേക്കാം. ഓക്കെ അല്ലേ? യെസ്. ഇനി ഈ ഡിഫ്തീരിയ രോഗം ബാധിക്കുമ്പോൾ എന്താണ്? നമ്മുടെ
ക്രമേണ മസ്തിഷ്കം, ഹൃദയം, വൃക്ക എന്നിവ തകരാറിലാകുന്നു. രോഗിക്ക് മരണം വരെ സംഭവിച്ചേക്കാവുന്ന ഒരു രോഗമാണ് ഡിഫ്തീരിയ അല്ലേ. ഇനി എലിപ്പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയ ലെപ്റ്റോസ്പൈറം ബാക്ടീരിയ. ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ആണ് എലിപ്പനി. എന്താണ്? ഒരു ബാക്ടീരിയ രോഗമാണ് അല്ലേ. എലിപ്പനി ഒരു ബാക്ടീരിയ രോഗമാണ്. ഈ എലിപ്പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയയാണ് ലെപ്റ്റോസ്പൈറം ബാക്ടീരിയ. ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ മനസ്സിലാവുന്നില്ലേ? യെസ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്ത് ചെയ്യണം? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി നമ്മുടെ ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ 96 45 24 0954 എന്ന നമ്പറിലേക്ക് ഒരു ഹായ് അയക്കുക. 22 രൂപയായിരിക്കും. പ്രധാനമായും കറണ്ട് അഫയേഴ്സിൻ്റെ PDF ആണ്, ക്ലാസ്സുകളില്ല, PDF ആണ്. മറ്റ് PDF-കളും ഈ PDF-കൾ നമ്മുടെ PS ട്രിക്സ് നമ്മുടെ യൂട്യൂബിൽ തരുന്ന PDF-കളും നിങ്ങൾക്ക് അതിൽ കിട്ടും. മനസ്സിലായോ? യെസ്. അപ്പം നിങ്ങൾ ചോദിക്കും PDF-ന് പൈസ വേണോ? അപ്പോൾ ഈ PDF-കൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ ഈടാക്കുന്നത് എന്താണ്? കറണ്ട് അഫയേഴ്സിൻ്റെ PDF-നാണ് 22 രൂപ നിങ്ങൾ ഈടാക്കുന്നത് അല്ലേ. അപ്പം ആ ഉണ്ടാക്കുന്ന കൂട്ടുകാർക്ക്, നിങ്ങളെപ്പോലുള്ള കൂട്ടുകാർ തന്നെയാണ് അത് ഉണ്ടാക്കുന്നത്. അവർക്ക് ചെറിയൊരു ഒരു പോക്കറ്റ് മണി, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ, PC പഠിക്കുന്ന കൂട്ടുകാർ തന്നെയാണ് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു ചെറിയ പൈസയായിട്ട് ഇതിനെ കണക്ക് കൂട്ടാം. ഓക്കെ. യെസ്. ഇനി എലികളുടെയും നായ്ക്കളുടെയും മറ്റു ചില മൃഗങ്ങളുടെയും മൂത്രത്തിലൂടെ പുറത്തെത്തുന്ന ബാക്ടീരിയ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഈർപ്പത്തിലും നിലനിൽക്കും. ഈ പ്രസ്താവന ശരിയാണോ? ശരിയായ പ്രസ്താവനയാണല്ലേ. എങ്ങനെയാണ് എലിപ്പനി വരിക? എലികളുടെയും നായ്ക്കളുടെയും മറ്റു ചില മൃഗങ്ങളുടെയും മൂത്രത്തിലൂടെ പുറത്തെത്തുന്ന ബാക്ടീരിയ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഈർപ്പത്തിലും നിലനിൽക്കും. ഈ പ്രസ്താവന ശരിയാണല്ലേ. ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ എപ്രകാരമാണ് മനുഷ്യരത്തിൽ പ്രവേശിക്കുന്നത്? മുറിവിലൂടെ. എന്താണ്? നമ്മൾ പറഞ്ഞു ഈ ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ എങ്ങനെയാണ് പുറത്തെത്തുക? നമ്മുടെ എലികളുടെയും നായ്ക്കളുടെയും മറ്റു ചില മൃഗങ്ങളുടെയും മൂത്രത്തിലൂടെ പുറന്തള്ളുന്ന ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ വസിക്കും അല്ലേ. അപ്പം നമ്മൾ കുട്ടികളൊക്കെ, അല്ലെങ്കിൽ നമ്മൾ പണിയെടുക്കുമ്പോഴോ, നമ്മളെന്താണ് കഠിനമായ പണിയെടുക്കുമ്പോഴോ, അല്ലെങ്കിൽ നടന്നു പോകുമ്പോഴോ നമ്മുടെ കാലിൽ എന്തുണ്ടെങ്കിൽ, മുറിവുണ്ടെങ്കിൽ, ഈ എലിപ്പനിക്ക് കാരണമാകുന്ന ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു അല്ലേ. അപ്പം മുറിവിലൂടെയാണ്, നമ്മുടെ ശരീരത്തിലുള്ള മുറിവിലൂടെയാണ് ഈ ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ, എന്താണ് എലിപ്പനിക്ക് കാരണമാകുന്ന ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് അല്ലേ. ഈ കണ്ടത്തിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർക്കൊക്കെയാണ് കൂടുതലും കൃഷിപ്പണി അല്ലെങ്കിൽ കണ്ടത്തിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർക്കാണ് കൂടുതലും ഈ ഇത്തരത്തിലുള്ള എലിപ്പനി കണ്ടുവരാറുള്ളത്. ഏറ്റവും കൂടുതലാണ് ഞാൻ പറഞ്ഞത്, മറ്റുള്ള ആൾക്കാർക്കും വരാറുണ്ട്. ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള പണിയെടുക്കുന്ന കണ്ടത്തിലും മറ്റ് ജലത്തിൽ, അല്ലെങ്കിൽ മീൻ പിടിക്കുന്നവർക്ക്, അവർക്കാണ് കൂടുതലായിട്ട് എലിപ്പനി കണ്ടുവരുന്നത്. ഓക്കെ അല്ലേ. യെസ്. ഇനി ഈ ലെപ്റ്റോസ്പൈറ, നമ്മുടെ മുറിവിലൂടെ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന ലെപ്റ്റോസ്പൈറ എന്താണ് എലിപ്പനിക്ക് കാരണമാകുന്ന ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ എപ്രകാരമാണ് മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ പറയണം. ഈ രക്തത്തിലെത്തിയാൽ ശരീരകലകളെ ബാധിക്കുകയും ചില ടോക്സിനുകൾ, വിഷപദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു അല്ലേ. ഈ ലെപ്റ്റോസ്പൈറ ബാക്ടീരിയകൾ ചില വിഷപദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി ഈ എലിപ്പനിയുടെ മുഖ്യ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ശക്തമായ പനി ഉണ്ടാവും, തലവേദന ഉണ്ടാവും, പേശീവേദന ഉണ്ടാവും, കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് നിറവും എന്തിൻ്റെതാണ്? എലിപ്പനിയുടെ രോഗലക്ഷണമായിട്ട് കണക്ക് കൂട്ടാം. എന്തൊക്കെയാണ് എലിപ്പനിയുടെ മുഖ്യ ലക്ഷണങ്ങൾ? എന്തൊക്കെയാണ്? ശക്തമായ പനി ഉണ്ടാവും, തലവേദന ഉണ്ടാവും, പേശീവേദന ഉണ്ടാവും, കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് നിറം എന്നിവയൊക്കെയാണ് എലിപ്പനിയുടെ പ്രധാന ലക്ഷണങ്ങൾ അല്ലേ. എലിപ്പനി കാരണം മനുഷ്യരത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? രക്തലോമികകൾ തകരാറാവുകയും ആന്തരിക രക്തസ്രാവം അത് രക്തലോമികൾ തകരാറിലാവുകയും ആന്തരിക രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യുന്നു അല്ലേ. ഇനി മറ്റൊരു ക്ഷയം എന്താണ്? ഒരു ബാക്ടീരിയ രോഗമാണ്. ക്ഷയം എന്താണ്? ഒരു ബാക്ടീരിയ രോഗമാണല്ലേ. മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് എന്ന ബാക്ടീരിയ ആണ് ക്ഷയരോഗത്തിന് കാരണം. മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. ഓക്കെ അല്ലേ. യെസ്. ഓക്കെ. അപ്പം ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ, അപ്പോൾ ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ
മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ഓക്കെ അല്ലേ? ഇനി ഈ ക്ഷയരോഗത്തിന്റെ മുഖ്യ ലക്ഷണങ്ങളാണ് സ്ഥിരമായ ചുമ. നമുക്കറിയാം, സ്ഥിരമായിട്ട് ഇങ്ങനെ ചുമക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയല്ലേ, ക്ഷയാണോടാ, നിങ്ങൾക്ക് ക്ഷയാണോ എന്ന് ചോദിക്കും അല്ലേ. ഇനിയോ ക്ഷീണം ഉണ്ടാവും. അതുപോലെ ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടുന്നു. എന്താണ്? തുടർച്ചയായ സ്ഥിരമായിട്ടുള്ള ചുമയുണ്ട്, ക്ഷീണമുണ്ട്, ഇനിയും ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടുക എന്നിവയ്ക്ക് ലക്ഷണമുണ്ടെങ്കിൽ എന്താണ്? ക്ഷയരോഗമാണ് എന്ന് പറയാം അല്ലേ. ഇനി ഈ ക്ഷയരോഗം ബാധിക്കുന്നത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ക്ഷയരോഗം ബാധിക്കുന്നത് എങ്ങനെയാണ്? യെസ്, എന്താണ്? ക്ഷയരോഗം മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ബാക്ടീരിയ മൂലം രോഗം ഉണ്ടാകുന്ന രോഗകാരി അല്ലെങ്കിൽ രോഗി ചുമക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ രോഗാണുക്കൾ വായുവിലേക്കും മറ്റുള്ളവരിലേക്കും വ്യാപിക്കുന്നത് വഴിയാണ് ക്ഷയരോഗം പകരുന്നത്. ഈ പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ്. നമ്മളെ രോഗി ചുമക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ രോഗാണുക്കൾ വായുവിലേക്കും മറ്റുള്ളവരിലേക്കും വ്യാപിക്കുന്നു അല്ലേ. ഇപ്പൊ നമ്മൾ ഓർത്തേ, നമ്മൾ യാത്ര ചെയ്യുന്ന ആൾക്കാരാണല്ലേ, ബസ്സിലാണെങ്കിലും തീവണ്ടിയിലാണെങ്കിലും നമ്മൾ യാത്ര ചെയ്യുക. അപ്പൊ നമുക്ക് ഈ രോഗം വരാനുള്ള ചാൻസ്, ഒരു രോഗി അല്ലെങ്കിൽ ക്ഷയരോഗമുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ടൈഫോയിഡ് മറ്റ് രോഗമുള്ള വ്യക്തിയിലൂടെ നമുക്ക് പകരാനുള്ള ചാൻസ് എത്രത്തോളമാണ്? നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ കൂട്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ തന്നെ പറഞ്ഞാൽ മതി, നമ്മൾ തന്നെ എന്താണ്, നമ്മൾ തീവണ്ടിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ മാസ്ക് ഒക്കെ ധരിക്കാറുണ്ടോ? ഇല്ല അല്ലേ. അപ്പം നമ്മൾ പല രോഗങ്ങളും നമുക്ക് ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള യാത്രകളിലൂടെ ആയിരിക്കും. അപ്പം പരമാവധി പോകുന്ന സ്ഥലങ്ങൾ തീവണ്ടിയിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ എന്താക്കാം, ഒരു മാസ്ക് ഒക്കെ ഇട്ടിട്ട് പോകുക കേട്ടോ. നിങ്ങൾ നോക്കി എത്രത്തോളം ഭയാനകമാണ് ഈ രോഗങ്ങൾ. ആ രോഗങ്ങൾ മരണത്തിൽ നമ്മുടെ ചെറിയൊരു അശ്രദ്ധ മൂലം നമ്മുടെ മരണത്തിലേക്ക് വരെ കാരണമായേക്കാലം ഈ രോഗങ്ങളൊക്കെ. അപ്പം ക്ഷയരോഗങ്ങൾ ഒരാൾ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തി എന്താണ് ചുമക്കുന്നുണ്ട് അല്ലേ. അപ്പം നമുക്കെന്താവും, നമുക്ക് ചിലപ്പം ആ വ്യക്തിയിൽ നിന്ന് ക്ഷയരോഗം നമ്മളിലേക്ക് വരാം. അപ്പോൾ അത്ര ചെറിയൊരു നിസ്സാരമായ അശ്രദ്ധ മൂലം നമുക്ക് എന്താക്കാം, നമ്മുടെ മരണം വരെ സംഭവിച്ചേക്കാം. അതുകൊണ്ട് പരമാവധി എന്താക്കും ആൾക്കാർ, നമ്മളെ കൊറോണയ്ക്ക് ഉണ്ടായ സമയത്ത് മാസ്ക് ഒക്കെ ഇട്ടിട്ടായിരുന്നു പോയിരുന്നത്. ഇനി കൊറോണ പോയി, നമുക്ക് ഈ രോഗമൊന്നും വരാനില്ല എന്ന് വെച്ചിട്ട് ആ മാസ്ക് നമ്മൾ ഉപയോഗിക്കാറില്ല അല്ലേ. ഈ പറയുന്നത് ഞാനും ഇപ്പോൾ മാസ്ക് ഒന്നും ഉപയോഗിക്കാറില്ല. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ഇതിൻ്റെ ഭീകരാവസ്ഥ നമുക്ക് മനസ്സിലാവില്ലേ. അപ്പം നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ചുമക്കുന്നുണ്ടാവും അല്ലേ. അപ്പം എനിക്ക് ക്ഷയമാണോ, അല്ലെങ്കിൽ കണ്ണിന് ചുവപ്പ് നിറയുണ്ട്, അത് എന്താണ്, അത് എലിപ്പനിയാണോ എന്ന് ഡൗട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴന്നെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പം അത് വരുന്നതിന് മുന്നേ നമുക്ക് എന്താ ചില മുൻകരുതൽ എന്ന രീതിയിൽ നമുക്ക് എന്താക്കാം, മാസ്ക് ഒക്കെ ധരിക്കണം കേട്ടോ. ഓക്കെ അല്ലേ? യെസ്. ഇനി ക്ഷയരോഗം മുഖ്യമായി ബാധിക്കുന്ന ശരീരഭാഗം ശ്വാസകോശം. നമ്മൾ പറഞ്ഞു ചുമയാണ് അല്ലേ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചുമക്കും. അത് കാരണം എന്താണ്, നമ്മുടെ ശ്വാസകോശത്തെയാണ് നമ്മൾ നമ്മുടെ ക്ഷയരോഗം ബാധിക്കുന്നത്. ഇനി ഈ ശ്വാസകോശത്തെ ബാധിക്കുന്ന ക്ഷയരോഗം അറിയപ്പെടുന്നത് പൾമണറി ട്യൂബർകുലോസിസ് എന്നാണ്. ശ്വാസകോശത്തെ ബാധിക്കുന്ന ക്ഷയരോഗം അറിയപ്പെടുന്നത് പൾമണറി ട്യൂബർകുലോസിസ് എന്നാണ്. ശ്വാസകോശത്തെയാണ് മുഖ്യമായും ക്ഷയരോഗം ബാധിക്കുന്നത്. എന്നാൽ മറ്റു ചില ശരീരഭാഗങ്ങളിലും ക്ഷയരോഗം ബാധിക്കുന്നുണ്ട്. അവ ഏതൊക്കെയാണ്? വൃക്കകള്, അസ്ഥികള്, അസ്ഥിസന്ധികള്, തലച്ചോറ് എന്നിവയൊക്കെ എന്താണ് ക്ഷയരോഗം ബാധിക്കുന്നുണ്ട് അല്ലേ. ഈ ക്ഷയരോഗത്തെ തടയുന്നതിനായി ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിനാണ് ബാസിലസ് കാൽമെറ്റ്ഗുരിൻ. എന്താണ് ബാസിലസ് കാൽമെറ്റ്ഗുരിൻ? ഇതാണ് ക്ഷയരോഗത്തെ തടയുന്നതിനായി ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിനാണ് ബാസിലസ് കാൽമെറ്റ്ഗുരിൻ. ഓക്കെ അല്ലേ? യെസ്. ഇനി ഈ ക്ഷയരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക് ആണ് സ്ട്രെപ്റ്റോമൈസിൻ. ക്ഷയരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക് സ്ട്രെപ്റ്റോമൈസിൻ. ഓക്കെ അല്ലേ? ഇനി ഡോട്ട്സ് എന്തിനുള്ള ചികിത്സാ രീതിയാണ്? ക്ഷയരോഗത്തിന് നൽകുന്ന ചികിത്സാ രീതിയാണ് ഡോട്ട്സ്. ക്ഷയരോഗത്തിന് കാരണമാകുന്ന ചികിത്സാ രീതിയാണ് ഡോട്ട്സ് അല്ലേ. ഇനി എന്താണ് ഡോട്ട്സ്? ഡോട്ട്സ് ക്ഷയരോഗത്തിന് കാരണമാകുന്ന ചികിത്സാ രീതിയാണ് ഡോട്ട്സ്. ഡോട്ട്സിന്റെ പൂർണ്ണ രൂപം എന്താണ്? അത് ഡയറക്ട്ലി ഒബ്സർവ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് എന്നാണ്. ഡോട്ട്സിന്റെ പൂർണ്ണ രൂപം എന്താണ്? ഡയറക്ട്ലി ഒബ്സർവ്ഡ് ഷോർട്ട് കോഴ്സ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് എന്നാണ്. ചിലപ്പോൾ ചോദിക്കാം എന്താണ് ഡോട്ട്സ്, എനിക്ക് തോന്നുന്നു ഒരു പരീക്ഷ ചോദിച്ചു കേട്ടോ. ഡോട്ട്സിന്റെ പൂർണ്ണ രൂപം എന്താണ്? ഡയറക്ട്ലി ഒബ്സർവ്ഡ്
ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് എന്നാണ് ഡോട്ട്സ്. എന്തിനാണ് ചികിത്സാ രീതി എന്നാൽ ക്ഷയരോഗത്തിന് നൽകുന്ന ചികിത്സാ രീതിയാണ് ഡോട്ട്സ്. ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ് എന്നാണ് ഡോട്ട്സിന്റെ പൂർണ്ണ രൂപം. ഓക്കെ അല്ലേ? യെസ്. ഇനി ട്യൂബർകുലോസിസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് KL ഷോൺലിൻ ആണ്. ഷോൺലിൻ. ട്യൂബർകുലോസിസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് JL ഷോൺലിൻ ആണ്. മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ക്ഷയരോഗാണുവിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് റോബർട്ട് കോക്ക്. മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ക്ഷയരോഗാണുവിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാൽ പറയണം, അത് റോബർട്ട് കോക്ക്. ലോക ക്ഷയരോഗ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 24. ലോക ക്ഷയരോഗ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം ആദ്യമായി ആചരിച്ച വർഷം 1982. എന്താണ്? ലോക ക്ഷയരോഗ ദിനം ആദ്യമായി ആചരിച്ചത് 1982 ആണ് അല്ലേ. 2023-24 വർഷത്തെ ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം യെസ് വി ക്യാൻ എൻഡ് TB എന്നാണ് അല്ലേ. എന്താണ്? 2023-24 വർഷത്തെ ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം യെസ് വി ക്യാൻ എൻഡ് TB. ഇത് PSC ഓൾറെഡി ചോദിച്ചതാണ്, PVQ ആണ്. ഇനി വരുന്ന പരീക്ഷ ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്നാണ്. 2025 ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. യെസ് വി ക്യാൻ എൻഡ് TB, കമ്മിറ്റ്, ഇൻവെസ്റ്റ്, ഡെലിവർ എന്നാണ്. യെസ് വി ക്യാൻ എൻഡ് TB, കമ്മിറ്റ്, ഇൻവെസ്റ്റ്, ഡെലിവർ എന്നാണ് 2025 ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം അല്ലേ. ഇനി ഈ ടെറ്റനസിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? ക്ലോസ്ട്രീഡിയം ടെറ്റനി. എന്താണ്? ടെറ്റനസ് രോഗത്തിന് കാണുന്ന ബാക്ടീരിയ എന്താണ്? ക്ലോസ്ട്രീഡിയം ടെറ്റനി. എന്താണ്? ലോക്ജോ ഡിസീസ് എന്നറിയപ്പെടുന്ന ടെറ്റനസ് ആണ്. ലോക്ജോ ഡിസീസ് എന്നറിയപ്പെടുന്നത് ടെറ്റനസ് ആണ്. ടെറ്റനസിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പനി, താടിയെല്ല് ഞെരുങ്ങല്, പേശി വലിവ്, വിഴുങ്ങാൻ ബുദ്ധിമുട്ട് എന്നിവ ടെറ്റനസിന്റെ പ്രധാന ലക്ഷണങ്ങളാണ്. ഇതൊക്കെയാണ് പനി, താടിയെല്ല് ഞെരുങ്ങല്, പേശി വലിവ്, വിഴുങ്ങാൻ ബുദ്ധിമുട്ട് എന്നിവ ടെറ്റനസിന്റെ പ്രധാന ലക്ഷണങ്ങളാണ്. ഈ ടെറ്റനസ് സ്ഥിരീകരിക്കുവാനുള്ള ഒരു ക്ലിനിക്കൽ പരിശോധനയാണ് എന്താണ്? സ്പാറ്റുല ടെസ്റ്റ്. ഇത് ചോദിച്ചത് കണ്ടിട്ടില്ല. സ്പാറ്റുല ടെസ്റ്റ്. എന്തിനാണ് സ്പാറ്റുല ടെറ്റനസ് സ്ഥിരീകരിക്കാനുള്ള ടെസ്റ്റാണ് ഇത്, സ്പാറ്റുല ടെസ്റ്റ്. ഇനി കുഷ്ഠം എന്ന രോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ മൈക്കോബാക്ടീരിയം ലെപ്രേ. കുഷ്ഠം എന്നാണ് ഒരു ബാക്ടീരിയ രോഗമാണ്. കുഷ്ഠം എന്നാണ് ഒരു ബാക്ടീരിയ രോഗമാണ്. മൈക്കോബാക്ടീരിയം ലെപ്രേ. മൈക്രോബാക്ടീരിയം ലെപ്രേ എന്ന ബാക്ടീരിയയാണ് കുഷ്ഠം എന്ന രോഗത്തിന് കാരണം. ഇനി മൈക്കോബാക്ടീരിയം ലെപ്രേ എന്ന രോഗാണുവിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ GHA ഹാൻസൺ എന്നാണ്. ഹാൻസൺ. മൈക്കോബാക്ടീരിയം ലെപ്രേ അതായത് കുഷ്ഠം എന്ന രോഗത്തിന് കാരണമാകുന്ന മൈക്കോബാക്ടീരിയം ലെപ്രേ. കുഷ്ഠം എന്ന രോഗത്തിന് കാരണമാകുന്ന മൈക്കോബാക്ടീരിയം ലെപ്രേ എന്ന രോഗാണുവിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ GHA ഹാൻസൺ ആണ്. ഹാൻസസ് രോഗം എന്നറിയപ്പെടുന്നത് കുഷ്ഠമാണ്. എന്തുകൊണ്ടാണ് ഹാൻസസ് രോഗം എന്നറിയപ്പെടുന്നത്? GHA ഹാൻസൺ എന്ന ശാസ്ത്രജ്ഞനാണ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന മൈക്രോബാക്ടീരിയം ലെപ്രേ എന്ന രോഗാണുവിനെ എന്താണ് നമ്മുടെ കുഷ്ഠത്തിന് കാരണമാകുന്ന മൈക്രോബാക്ടീരിയം ലെപ്രേ എന്ന രോഗാണുവിനെ കണ്ടെത്തിയത് GHA ഹാൻസൺ ആണ്. അതുകൊണ്ട് തന്നെയാണ് കുഷ്ഠത്തിന് ഹാൻസൻസ് രോഗം എന്നും അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഇനി ശ്വാസനാളത്തിന്റെ മേൽഭാഗത്തെ ഉപരിതല നാഡികളെയും ശ്ലേഷ്മ പടലത്തെയും ബാധിക്കുന്ന രോഗമാണ് കുഷ്ഠം അല്ലേ. ശ്വാസനാളത്തിന്റെ മേൽഭാഗത്തെ ഉപരിതല നാഡികളെയും ശ്ലേഷ്മ പടലത്തെയും ബാധിക്കുന്ന രോഗമാണ് കുഷ്ഠം. കുഷ്ഠരോഗത്തിന്റെ ബാഹ്യലക്ഷണമാണ് ചർമ്മത്തിലെ ക്ഷതങ്ങള്. ലോക കുഷ്ഠരോഗ ദിനമായി ആചരിക്കുന്നത് ജനുവരിയിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് ഇതിനാ കുഷ്ഠരോഗം ദിനമായി ആചരിക്കുന്നത്. കുഷ്ഠരോഗം നമ്മൾ പറഞ്ഞു മാർച്ച് 24 എന്താണ്? മാർച്ച് 24 ക്ഷയരോഗ ദിനമാണ്. ലോക ക്ഷയരോഗ ദിനമായിട്ട് മാർച്ച് 24
24 ആചരിക്കുന്നു എങ്കിൽ കുഷ്ഠരോഗ ദിനം കുഷ്ഠരോഗ ദിനമായി ആചരിക്കുന്നത് ജനുവരിയിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് അല്ലേ. ലോക കുഷ്ഠരോഗ ദിനം ആചരിച്ചു തുടങ്ങിയത് 1954 1954 മുതലാണ് ലോക കുഷ്ഠരോഗ ദിനം ആചരിച്ചു തുടങ്ങുന്നത്. നമ്മൾ ക്ഷയരോഗം 1982 ആദ്യമായിട്ട് ആചരിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ലോക കുഷ്ഠരോഗ ദിനം ആചരിച്ചു തുടങ്ങിയത് 1954. ഇനി കോളറ ഒരു ബാക്ടീരിയ രോഗമാണ്. വിബ്രിയോ കോളറെ എന്ന ബാക്ടീരിയയാണ്. എന്താണ് കോളറ? വിബ്രിയോ കോളറെ എന്ന ബാക്ടീരിയയാണ് കോളറയ്ക്ക് കാരണം അല്ലേ. ഇനി ചെറുകുടലിൽ ഉണ്ടാകുന്ന ഒരു അണുബാധയാണ് കോളറ. അപ്പം നമ്മൾ ചോദിക്കുന്നതാണ് നമ്മുടെ കോളറ എന്ന രോഗം ബാധിക്കുന്നത് മനുഷ്യരത്തിലെ ഏത് അവയവത്തെയാണ്? ചെറുകുടലിനെയാണ് അല്ലേ. വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ ബോർഡറ്റെല്ല പെർട്ടൂസിസ് എന്നാണ് വില്ലൻ ചുമക്ക് കാരണമാകുന്ന ബാക്ടീരിയ. വില്ലൻ ചുമയും ഒരു ബാക്ടീരിയ രോഗമാണ്. ഈ വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയ ബോർഡറ്റെല്ല പെർട്ടൂസിസ് എന്നറിയപ്പെടുന്ന രോഗം വില്ലൻ ചുമയാണ്. അപ്പം 100 ദിവസത്തെ ചുമ എന്താണ് 100 ഡേ കഫ് എന്നറിയപ്പെടുന്നത് വില്ലൻ ചുമയാണ്. പ്ലേഗിന് കാരണമാകുന്ന ബാക്ടീരിയ യെർസീനിയ പെസ്റ്റിസ് ആണ്. പ്ലേഗിന് കാരണമാകുന്ന ബാക്ടീരിയ യെർസീനിയ പെസ്റ്റിസ് ആണ്. പ്ലേഗിന്റെ മുഖ്യ ലക്ഷണങ്ങൾ പനി, ബലഹീനത, തലവേദന. പ്ലേഗിന്റെ മുഖ്യ ലക്ഷണം എന്തൊക്കെയാണ്? പനി, ബലഹീനത, തലവേദന. പ്ലേഗിനെ പ്രധാനമായും 3ആയി തരംതിരിക്കാം അല്ലെ. ഇങ്ങനെയൊക്കെയാണ് തരംതിരിക്കാൻ പറ്റുക പ്ലേഗിനെ. യെസ്, അത് ന്യൂമോണിക് പ്ലേഗും ബ്ലൂബോണിക് പ്ലേഗ്, സെപ്റ്റിസെമിക് പ്ലേഗ് എന്നിങ്ങനെ പ്ലേഗിനെ 3ആയിട്ട് തരംതിരിക്കാം അല്ലെ. ഇങ്ങനെയൊക്കെയാണ് ന്യൂമോണിക് പ്ലേഗ് എന്നും ബ്ലൂബോണിക് പ്ലേഗ് എന്നും സെപ്റ്റിസെമിക് പ്ലേഗും എന്ന് പറയാം അല്ലെ. നമുക്ക് പ്ലേഗിനെ 3ആയിട്ട് തരംതിരിക്കാം. ന്യൂമോണിക് പ്ലേഗ്, ബ്ലൂബോണിക് പ്ലേഗ്, സെപ്റ്റിസെമിക് പ്ലേഗ് എന്നിങ്ങനെ നമുക്ക് പ്ലേഗിനെ 3ആയിട്ട് തരംതിരിക്കാം അല്ലേ. ശ്വാസകോശത്തെ ബാധിക്കുകയും ശ്വാസതടസ്സം, ചുമ, നെഞ്ചുവേദന എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യുന്ന പ്ലേഗാണ് ന്യൂമോണിക് പ്ലേഗ്. നമ്മൾ പറഞ്ഞു ന്യൂമോണിയ നമ്മുടെ ശ്വാസകോശത്തെയാണ് ബാധിക്കുന്ന ഒരു രോഗമാണ് ന്യൂമോണിയ എന്ന് പറഞ്ഞു അല്ലേ. അപ്പം ഈ ന്യൂമോണിക് പ്ലേഗും നമ്മുടെ എന്തിനാ ബാധിക്കുക? ശ്വാസകോശത്തെയാണ് ബാധിക്കുക അല്ലേ. ശ്വാസകോശത്തെ ബാധിക്കുകയും തുടർന്ന് ശ്വാസതടസ്സം, ചുമ, നെഞ്ചുവേദന എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യുന്ന പ്ലേഗാണ് ന്യൂമോണിക് പ്ലേഗ് അല്ലേ. ലിംഫ് നാഡികളെ ബാധിക്കുകയും അവ വീർക്കുകയും ചെയ്യുന്നത് ഏതുതരം പ്ലേഗിന് ഉദാഹരണമാണ്? അത് ബ്ലൂബോണിക് പ്ലേഗ്. ബ്ലൂ എവിടെയാ? ലിംഫ് നോഡുകളെ ബാധിക്കുകയും അവ വീർക്കുകയും ചെയ്യുന്നത് ഏതുതരം പ്ലേഗിന് ഉദാഹരണമാണ്? അത് ബ്ലൂബോണിക് പ്ലേഗ്. ഓക്കെ അല്ലേ? യെസ്. ഇനി രക്തത്തെ ബാധിക്കുകയും കലകളെ ടിഷ്യൂ അല്ലെ കറുത്ത നിറത്തിലാക്കുകയും രോഗിയുടെ മരണത്തിന് വരെ കാരണമാവുകയും ചെയ്യുന്നതാണ് സെപ്റ്റിസെമിക് പ്ലേഗ്. രക്തത്തെ ബാധിക്കുകയും കലകളെ കറുത്ത നിറത്തിലാക്കുകയും രോഗിയുടെ മരണത്തിന് വരെ കാരണമാവുകയും ചെയ്യുന്നതാണ് സെപ്റ്റിസെമിക് പ്ലേഗ്. ഓക്കെ അല്ലേ? യെസ്. ഇനി ലൈംഗികമായി പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമാണ് സിഫിലിസ്, ഗൊണേറിയ, ക്ലാമിഡിയാസിസ് എന്നിവ. ഓർക്കണേ, ലൈംഗികമായി പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമാണ് സിഫിലിസ്, ഗൊണേറിയ, ക്ലാമിഡിയാസിസ് എന്നിവ ലൈംഗികമായി പകരുന്ന രോഗങ്ങളാണ്. സിഫിലിസ് രോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയയാണ് ട്രിപ്പോണിമ പല്ലിഡം. സിഫിലിസിന് കാരണമാകുന്ന ബാക്ടീരിയയാണ് എന്താണ്? ട്രിപ്പോണിമ പാലിഡം. മനസ്സിലായോ? ഇനി ഗൊണേറിയക്ക് കാരണമാകുന്ന ബാക്ടീരിയ എന്താണ്? നൈസ്റ്റീരിയ ഗൊണേറിയെ. ക്ലാമിഡിയാസിന് കാരണമാകുന്ന ബാക്ടീരിയ ക്ലാമിഡിയ ട്രക്കോമാറ്റിസ് എന്നാണ്. ക്ലാമിഡിയാസിന് കാരണമാകുന്ന ബാക്ടീരിയ ക്ലാമിഡിയ ട്രക്കോമാറ്റിസ് ആണ്. മനസ്സിലായോ?
ഇനി നമ്മൾ പഠിക്കുന്നത് വൈറസ് രോഗങ്ങളാണ്. വൈറസ് പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകളിൽ ഉൾക്കൊള്ളുന്ന ലഘുഘടനയാണ് വൈറസിന്. എങ്ങനെയാണ്? പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘുഘടനയാണ് ആർക്കുള്ളത്? വൈറസിന് അല്ലേ. സാധാരണയുള്ള ജീവകോശങ്ങളിലുള്ള കോശാംഗങ്ങളെ വൈറസുകളില്ല. കോശാംഗങ്ങൾ ആരിലില്ല? വൈറസുകളില്ല അല്ലേ. ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനം ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നത്. സാധാരണയുള്ള ജീവകോശങ്ങളിലുള്ള കോശാംഗങ്ങൾ ആർക്കില്ല? വൈറസുകൾക്കില്ല. ആതിഥേയ കോശങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വൈറസ് എന്താണ് കടക്കുന്ന കോശങ്ങളിലെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് വൈറസുകൾ പെരുകുന്നത് അല്ലേ. മനുഷ്യരെ മാത്രമല്ല സസ്യങ്ങളെയും മറ്റു ജന്തുക്കളെയും ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളെയും എന്താണ് വൈറസുകൾ ബാധിക്കാറുണ്ട്. എന്തൊക്കെയാണെടാ? മനുഷ്യരെ മാത്രമല്ല സസ്യങ്ങളെയും മറ്റു ജന്തുക്കളെയും ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളെയും ബാക്ടീരിയ പോലുള്ള ഓർക്കണേ, നമ്മൾ ചിലപ്പം പ്രസ്താവന രീതിയിൽ അങ്ങനെ തന്നാൽ നമ്മൾ വിചാരിക്കും ഇനി ബാക്ടീരിയ വൈറസ് ബാധിക്കുക, അങ്ങനൊരു തെറ്റിദ്ധാരണകൾക്ക് ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അപ്പം ബാക്ടീരിയ പോലുള്ള മറ്റു സൂക്ഷ്മജീവികളെയും എന്തു ബാധിക്കും? ഈ വൈറസ് ബാധിക്കും അല്ലേ. ജലദോഷം പരത്തുന്ന വൈറസാണ് റൈനോ വൈറസുകൾ. ജലദോഷം പരത്തുന്നത് ജലദോഷം ഒരു വൈറസ് രോഗമാണ്, നമുക്കറിയാം. റൈനോ വൈറസുകളാണ് ജലദോഷം പരത്തുക അല്ലേ. റൈനോ വൈറസുകളാണ് ജലദോഷം പരത്തുന്നത് റൈനോ വൈറസുകളാണ്. ജലദോഷം ബാധിക്കുന്ന ശരീരഭാഗം നാസികളെയും ശ്വസനനാളത്തെയുമാണ് അല്ലേ. നാസികളെയും ശ്വസനനാളത്തെയുമാണ് ജലദോഷം ബാധിക്കുന്നത്. ഡെങ്കിപ്പനി എന്താണ്? ഒരു വൈറസ് രോഗമാണ് ഡെങ്കി വൈറസ്. ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന വൈറസ് ഡെങ്കി വൈറസ് ആണ് ഡെങ്കിപ്പനിക്ക് കാരണമാകുന്നത്. ഫ്ലാവി വൈറസ് ഫാമിലിയിലെ ഒരു RNA വൈറസാണ് ഡെങ്കി വൈറസ്. ഫ്ലാവി വൈറസ് ഫാമിലിയിലെ ഒരു RNA വൈറസാണ് ഡെങ്കി വൈറസ്. കൊതുക് മുഖേന പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മന്ത് മലമ്പനി. എന്താണ്? കൊതുക് മൂലം പകരുന്ന രോഗങ്ങളാണ് ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മന്ത് മലമ്പനി. ഈ ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകാണ് ഈഡീസ് ഈജിപ്തി. ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് ഏതാണ് കൂട്ടുകാരെ? ഈഡീസ് ഈജിപ്തി ആണല്ലേ. ഇനി ഈ ചിക്കൻ ഗുനിയ നമ്മൾ പറഞ്ഞു ചിക്കൻ ഗുനിയ എന്ന രോഗം പരത്തുന്ന ഏതാണ്? അത് നമ്മുടെ കൊതുകാണല്ലേ. അപ്പം ഈ കൊതുക് പരത്തുന്ന ചിക്കൻ ഗുനിയ എന്താണ്? ഒരു വൈറസ് രോഗമാണ്. കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ചിക്കൻ ഗുനിയ. മനസ്സിലായോ? യെസ്. ഇനി നമുക്ക് പഠിക്കാം. ഈ ചിക്കൻ ഗുനിയ രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഏതാണ് കൂട്ടുകാരെ? ചിക്കൻ ഗുനിയ രോഗത്തിന് കാരണമാകുന്ന വൈറസാണ് ചിക്കൻ ഗുനിയ വൈറസ് അല്ലെങ്കിൽ ആൽഫ വൈറസ് എന്നും പറയും കേട്ടോ. ചിക്കൻ ഗുനിയ രോഗത്തിന് കാരണമാകുന്ന വൈറസ് ചിക്കൻ ഗുനിയ വൈറസ്. ചിക്കൻ ഗുനിയ പരത്തുന്ന കൊതുക് ഏതാണ്? ഈഡീസ് ഈജിപ്തിയും ഈഡീസ് അലോബോപിക്ടുസും. എന്താണ്? അലബോപിക്ടുസ്. ചിക്കൻ ഗുനിയ പരത്തുന്ന കൊതുകാണ് ഈഡീസ് ഈജിപ്തിയും ഈഡീസ് അലബോപിക്ടുസും. ഓക്കെ അല്ലേ. ഇനി ഹെപ്പറ്റൈറ്റിസ് രോഗത്തിന് പ്രധാന കാരണം കരളിനുണ്ടാകുന്ന വീക്കമാണ്. ഹെപ്പറ്റൈറ്റിസ് രോഗത്തിന്റെ പ്രധാന ലക്ഷണമാണ് കരളിനുണ്ടാകുന്ന വീക്കം. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിന്റെ പ്രവാഹം തടസ്സപ്പെടുന്നത് വഴി പിത്തരസത്തിലെ ബിലിറുബിൻ എന്ന വർണ്ണവസ്തുവിന്റെ അളവ് രക്തത്തിൽ കൂടും. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിന്റെ പ്രവാഹം തടസ്സപ്പെടുത്തുന്നത് വഴി പിത്തരസത്തിലെ ബിലിറുബിൻ എന്ന വർണ്ണവസ്തുവിന്റെ അളവ് രക്തത്തിൽ കൂടും അല്ലേ. ഇനി ഹെപ്പറ്റൈറ്റിസിന്റെ ബാഹ്യലക്ഷണം എന്തൊക്കെയാണ്? ശ്ലേഷ്മസ്തരത്തിലും കണ്ണിന്റെ വെള്ളയിലും നഖത്തിലുമുള്ള കടും മഞ്ഞ നിറം. മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ഈ ഹെപ്പറ്റൈറ്റിസ് രോഗമാണ് അല്ലേ. ഹെപ്പറ്റൈറ്റിസിന്റെ പ്രധാന ലക്ഷണം എന്തൊക്കെയാണ്? ശ്ലേഷ്മസ്തരത്തിലും കണ്ണിന്റെ വെള്ളയിലും നഖത്തിലുമുള്ള കടുത്ത മഞ്ഞ നിറം. ഹെപ്പറ്റൈറ്റിസിനെ പ്രധാനമായും 3 തരംതിരിക്കാം. ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി എന്നിങ്ങനെ ഹെപ്പറ്റൈറ്റിസിനെ 3 തരംതിരിക്കാം അല്ലേ.
ഇനി ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് പകരുന്നത് എപ്രകാരമാണ്? മലിനമായ ജലത്തിലൂടെയും ആഹാരത്തിലൂടെയുമാണ് ഹെപ്പറ്റൈറ്റിസ് എ എന്ന വൈറസ് പകരുന്നത്. എങ്ങനെയാണ്? മലിനമായ ജലത്തിലൂടെയും ആഹാരത്തിലൂടെയും അല്ലേ. ഹെപ്പറ്റൈറ്റിസ് ബി എന്ന വൈറസ് പകരുന്നത് എപ്രകാരമാണ്? ശരീരദ്രവങ്ങളിലൂടെയാണ് ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്നത് അല്ലേ. ഹെപ്പറ്റൈറ്റിസ് സി എന്ന വൈറസ് പകരുന്നത് എപ്രകാരമാണ്? രക്തസമ്പർക്കത്തിലൂടെ ബ്ലഡ് കോണ്ടാക്ട് ആണ് ഏത്? ഹെപ്പറ്റൈറ്റിസ് സി പകരുന്നത്. നമ്മൾ പറഞ്ഞു ഹെപ്പറ്റൈറ്റിസിനെ 3 തരംതിരിക്കാം. ഹെപ്പറ്റൈറ്റിസ് എ എന്നും ഹെപ്പറ്റൈറ്റിസ് ബി എന്നും ഹെപ്പറ്റൈറ്റിസ് സി എന്നും നമുക്ക് തരംതിരിക്കുക അല്ലേ. ഹെപ്പറ്റൈറ്റിസ് എ എങ്ങനെയാണ് പകരുന്നത്? മലിനമായ ജലത്തിലൂടെയും ആഹാരത്തിലൂടെയും. ഹെപ്പറ്റൈറ്റിസ് എ മലിനമായ ജലത്തിലൂടെയും ആഹാരത്തിലൂടെയും. ഹെപ്പറ്റൈറ്റിസ് ബി എങ്ങനെയാ പകരുക? ശരീരദ്രവങ്ങളിലൂടെ ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്നു. ഹെപ്പറ്റൈറ്റിസ് സി എങ്ങനെയാ പകരുക? രക്തസമ്പർക്കത്തിലൂടെ. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് എയ്ഡ്സിന് കാരണമാകുന്ന വൈറസ് പെരുകുന്നു. ഈ വൈറസ് ആണ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അല്ലെങ്കിൽ HIV അല്ലേ. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് എയ്ഡ്സിന് കാരണമാകുന്ന വൈറസ് പെരുകുന്നു. ഏതാണ് ഈ വൈറസ്? HIV വൈറസ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഒരു തവണ HIV ഫുൾ ഫോം ആണ് PSC ചോദിച്ചത്. ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞത് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാക്കുന്നു. ഈ സന്ദർഭത്തിൽ ശരീരത്തെ ബാധിക്കുന്ന വിവിധ രോഗാണുക്കളാണ് എയ്ഡ്സ് എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നത്. എന്താണ്? ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുന്നത് മൂലം ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി എന്താകുന്നു? നഷ്ടപ്പെടുന്നു അല്ലേ. ഈ സന്ദർഭത്തിൽ മറ്റ് രോഗങ്ങൾ നമ്മുടെ ശരീരത്തെ ആക്രമിക്കുന്ന രോഗാണുക്കളും അങ്ങനെയാണ് നമ്മൾ എന്താക്കുന്നത്? ആ അവസ്ഥയാണ് മൂർച്ഛിക്കുന്നത്. അതാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. ലോക എയ്ഡ്സ് ദിനമായി ഡിസംബർ 1 ആചരിക്കുന്നു അല്ലേ. ഡിസംബർ 1 ആചരിക്കാൻ തുടങ്ങിയത് 1988. ലോക എയ്ഡ്സ് ദിനം നമുക്കറിയാം ഡിസംബർ 1 ആണ്. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമായി ആചരിച്ചു തുടങ്ങിയത് 1988 മുതലാണ്. നിപ വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ്? വെസ്റ്റ് ബംഗാൾ. 2001 കേട്ടോ. ചോദിച്ചാണ് നിപ വൈറസ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ്? വെസ്റ്റ് ബംഗാളിലാണ്. നിപ വൈറസ് കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോട് 2018 കേട്ടോ. നിപ വൈറസ് കേരളത്തിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? അത് കോഴിക്കോട് 2018. ഇന്ത്യയിൽ ആദ്യമായി സിക വൈറസ് സ്ഥിരീകരിച്ചത് അഹമ്മദാബാദ്, ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് സിക വൈറസ് സ്ഥിരീകരിച്ചത്. സിക വൈറസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല തിരുവനന്തപുരം 2021. മനസ്സിലായോ? അപ്പം നിപ വൈറസ് കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത ജില്ല കോഴിക്കോട്. അപ്പം ചോദിക്കും നിപ വൈറസ് ആദ്യമായി ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തത് ഏത് സംസ്ഥാനത്താണ്? അത് വെസ്റ്റ് ബംഗാൾ. കേരളത്തിൽ എവിടെയാണ് ചോദിച്ചാൽ പറയണം അത് കോഴിക്കോട്. ഇനി സിക വൈറസ് ഇന്ത്യയിൽ ആദ്യമായിട്ട് അഹമ്മദാബാദും ഇനിയോ സിക വൈറസ് കേരളത്തിൽ ആദ്യമായിട്ട് തിരുവനന്തപുരവുമാണല്ലേ. ഇനി ലോകത്താദ്യമായി നോവൽ കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്തത് വുഹാൻ, ചൈനയിലെ വുഹാനിലാണല്ലേ. എന്താണ് ലോകത്താദ്യമായി നോവൽ കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്തത്? വുഹാൻ, ചൈന. ഇന്ത്യയിൽ ആദ്യമായി നോവൽ കൊറോണ രോഗം റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണല്ലേ, തൃശ്ശൂർ. ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊറോണ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ്. കേരളത്തിൽ എവിടെയാണ്? തൃശ്ശൂരാണല്ലേ. ഇനി കോവാക്സിൻ എന്ന വാക്സിൻ വികസിപ്പിച്ചെടുത്ത് ഭാരത് ബയോടെക്, ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി എന്നിവയൊക്കെ ചേർന്നാണ് കേട്ടോ കോവാക്സിൻ വികസിപ്പിച്ചെടുത്തത് ഭാരത് ബയോടെക്, ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി. ഇത് PSC ചോദിച്ചാണ്. COVID-19 പ്രതിരോധിക്കാനായി എന്താണ് ഓക്സ്ഫോർഡ് സർവകലാശാല വികസിപ്പിച്ചെടുത്ത വാക്സിനാണ് കോവിഷീൽഡ്. ഓക്സ്ഫോർഡ് സർവകലാശാല COVID-19 പ്രതിരോധിക്കാനായി ഓക്സ്ഫോർഡ് സർവകലാശാല വികസിപ്പിച്ചെടുത്ത വാക്സിനാണ് കോവിഷീൽഡ്. മനസ്സിലായോ? ഇനി ഈ കോവിഷീൽഡ് വികസിപ്പിക്കാനായി ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി സഹകരിച്ച യൂറോപ്യൻ കമ്പനിയാണ് ആസ്ട്രാസെനക. കോവിഷീൽഡ് വികസിപ്പിക്കാനായി
ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി സഹകരിച്ച യൂറോപ്യൻ കമ്പനി ചോദിച്ചാൽ പറയണം അത് ആസ്ട്രാസെനക എന്നാണ്. ഈ കോവിഷീൽഡിന്റെ വിതരണത്തിനും ഉൽപാദനത്തിനും സഹായിക്കുന്ന ഇന്ത്യൻ കമ്പനിയാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. കോവിഷീൽഡിന്റെ വിതരണത്തിനും ഉൽപാദനത്തിനും സഹായിക്കുന്ന ഇന്ത്യൻ കമ്പനി എന്ന് ചോദിച്ചാൽ പറയണം അത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ആണ്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ്, ഫംഗസ് രോഗങ്ങൾ. പൂപ്പലകൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ഫംഗസുകൾ അല്ലേ? പൂപ്പലകൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ഫംഗസുകൾ. ഫംഗസുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകളാണ് രോഗത്തിന് കാരണം. ഫംഗസുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകളാണ് എന്താണ് രോഗത്തിന് കാരണം. ചില ഇനം ഫംഗസുകൾ ത്വക്കിലുണ്ടാക്കുന്ന രോഗമാണ് വട്ടച്ചൊറി. നമ്മുടെ ത്വക്കിൽ ചില ഫംഗസുകളെ ത്വക്കിലുണ്ടാക്കുന്ന രോഗമാണ് വട്ടച്ചൊറി. വട്ടത്തിലുള്ള ചുവന്ന തിണർപ്പുകളാണ് വട്ടച്ചൊറി രോഗം പ്രത്യക്ഷമാകുന്നത്. നമുക്കൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ, വട്ടത്തിലുള്ള ചുവന്ന തിണർപ്പുകളാണ് വട്ടച്ചൊറി. വട്ടച്ചൊറി എപ്രകാരമാണ് പകരുന്നത്? സ്പർശനത്തിലൂടെയും സമ്പർക്കത്തിലൂടെയും വട്ടച്ചൊറി എന്താകുന്നു? പകരുന്നു അല്ലേ? വട്ടച്ചൊറിക്ക് കാരണമാകുന്ന ഫംഗസുകളാണ് മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റോൺ, എപ്പിഡെമോഫൈറ്റോൺ എന്നിവയൊക്കെയാണ്. അതൊന്നും പി എസ് ചോദിക്കാറില്ല. അത്ലറ്റ്സ് ഫുട്ട് ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കാൽവിരകൾക്കിടയിലും പാദങ്ങളിലും ഫംഗസുകൾ ഉണ്ടാക്കുന്ന രോഗമാണ് അത്ലറ്റ്സ് ഫുട്ട്. കാൽവിരലുകൾക്കിടയിലും പാദങ്ങളിലും ഫംഗസുകൾ ഉണ്ടാക്കുന്ന രോഗമാണ് അത്ലറ്റ്സ് ഫുട്ട്. അത്ലറ്റ്സ് ഫുട്ട് രോഗത്തിന്റെ മുഖ്യ ലക്ഷണം ചൊറിച്ചിലുണ്ടാക്കുന്ന ചുവന്ന ശൽക്കങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. നമുക്കറിയാം അല്ലേ, അത്ലറ്റ്സ് ഫുട്ടിന്റെ പ്രധാന മുഖ്യ ലക്ഷണം എന്താണ്? ചൊറിച്ചിലുണ്ടാക്കുന്ന ചുവന്ന ശൽക്കങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. മലിനജലവും മണ്ണുമായുള്ള സമ്പർക്കം വഴി കാൽ വിരകൾക്കിടയിലൂടെയാണ് അത്ലറ്റ്സ് ഫുട്ട് രോഗത്തിന് കാരണമാകുന്ന രോഗാണുക്കൾ പ്രവേശിക്കുന്നത്. മലിനജലവും മണ്ണുമായുള്ള സമ്പർക്കം വഴി കാൽ വിരലുകൾക്കിടയിലൂടെ എന്താണ് രോഗത്തിന് കാരണമാകുന്ന രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു അല്ലേ? നെക്സ്റ്റ്, പ്രോട്ടോസോവാ രോഗങ്ങൾ. ഏകകോശ യൂക്കാരിയോട്ടുകളാണ് പ്രോട്ടോസോവകൾ അല്ലേ? ഏകകോശ യൂക്കാരിയോട്ടുകളാണ് പ്രോട്ടോസോവകൾ. മലമ്പനിക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവി എത്രയോ തവണ പി എസ് ചോദിച്ചതാണ്. മലമ്പനിക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവിയാണ് പ്രോട്ടോസോവ. മലമ്പനിക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവി പ്രോട്ടോസോവയാണ്. മലമ്പനിക്ക് കാരണമാകുന്ന രോഗകാരി പ്ലാസ്മോഡിയമാണ്. മലമ്പനിക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവി ചോദിച്ചാൽ പറയണം അത് പ്രോട്ടോസോവ. മലമ്പനിക്ക് കാരണമാകുന്ന രോഗകാരി പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയത്തിന്റെ വിവിധ സ്പീഷീസുകൾ വിവിധതരം മലമ്പനിക്ക് കാരണമാകുന്നുണ്ട്. അവ ഏതൊക്കെയാണ്? അത് പ്ലാസ്മോഡിയം വൈവാക്സും പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം എന്നിവയാണ്. പ്ലാസ്മോഡിയത്തിന്റെ വിവിധ സ്പീഷീസുകൾ വിവിധതരം മലമ്പനിക്ക് കാരണമാകുന്നുണ്ട്. അവയാണ് പ്ലാസ്മോഡിയം വൈവാക്സും പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം എന്നിവ. ഓക്കെ അല്ലേ? യെസ്. ഇനി ഏറ്റവും മാരകമാകുന്ന മലമ്പനിക്ക് കാരണമാകുന്ന പ്ലാസ്മോഡിയം സ്പീഷീസ് ഏതാണ്? അത് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം. പ്ലാസ്മോഡിയം ഫാൽസിപ്പാരമാണ് ഏറ്റവും മാരകമാകുന്ന മലമ്പനിക്ക് കാരണമാകുന്ന പ്ലാസ്മോഡിയം ചോദിച്ചാൽ പറയണം അത് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം. മലമ്പനിക്ക് കാരണമാകുന്ന രോഗാണുക്കളുടെ വാഹകരാരൊക്കെയാണ്? അത് അനോഫിലസ് പെൺകൊതുകുകള്. പ്ലാസ്മോഡിയത്തിന്റെ രോഗം പകരുന്ന രൂപമാണ് സ്പോറോസോയിറ്റുകൾ. പ്ലാസ്മോഡിയത്തിന്റെ രോഗം പകർത്തുന്ന രൂപമാണ് സ്പോറോസോയിറ്റുകൾ. മലമ്പനി രോഗം എങ്ങനെയാണ് പകരുന്നത്? രോഗബാധിതനായ ഒരു വ്യക്തിയിൽ നിന്ന് അനോഫിലസ് പെൺകൊതുകുകൾ വഴി പരാദങ്ങൾ കൊതുകിന്റെ ശരീരത്തിൽ പ്രവേശിക്കുന്നു. പരാദങ്ങൾ കൊതുകിന്റെ ശരീരത്തിനുള്ളിൽ സ്വയം പെരുകി സ്പോറോസോയിറ്റുകളാകുന്നു. ഇത് ഉമിനീർ ഗ്രന്ഥികൾ ശേഖരിക്കപ്പെടുകയും ഈ കൊതുകുകൾ വഴി സ്പോറോസോയിറ്റുകൾ മറ്റൊരാളുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. സ്പോറോസോയിറ്റുകൾ എപ്രകാരമാണ് മനുഷ്യ ശരീരത്തെ ബാധിക്കുന്നത് ചോദിച്ചാൽ എങ്ങനെ പറയും? സ്പോറോസോയിറ്റുകൾ കരളിലെത്തി പെരുകുകയും അരുണ രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അരുണ രക്താണുക്കൾ പിളരുന്നതിനോടൊപ്പം വിഷപദാർത്ഥമായ ഹീമോസോയിൻ സ്വതന്ത്രമാക്കപ്പെടുകയും ചെയ്യുന്നു. അത്തരത്തിലും ഡീപ്പായിട്ടൊന്നും പി എസ് ചോദിക്കില്ല. ഓക്കെ അല്ലേ? ഇനി മലമ്പനിയുടെ മുഖ്യ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വിറയലോട് കൂടിയ പനിയും അമിത വിയർപ്പ് എന്നിവ മലമ്പനിയുടെ പ്രധാന ലക്ഷണമാണ്. മലമ്പനിയുടെ മറ്റു ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? തലവേദന, ഛർദി, വയറിളക്കം, വിളർച്ച.
ഇനി അമീബിയാസിസ് എന്ന രോഗത്തിന് കാരണമാകുന്ന പ്രോട്ടോസോവയാണ് എൻഡമീബ ഹിസ്റ്റോളിസ്റ്റിക്ക. എന്താണ് ഹിസ്റ്റോളിറ്റിക്ക? അമീബിയാസിസ് എന്ന രോഗത്തിന് കാരണമാകുന്ന പ്രോട്ടോസോവയാണ് എൻഡമീബ ഹിസ്റ്റോളിസ്റ്റിക്ക അല്ലെ. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. മനുഷ്യന്റെ വൻകുടലിൽ കാണപ്പെടുന്ന പ്രോട്ടോസോവയാണ് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. ചോദിച്ചതാണ് മനുഷ്യന്റെ വൻകുടലിൽ കാണപ്പെടുന്ന പ്രോട്ടോസോവയാണ് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. അമീബിയാസിസ് രോഗത്തിന്റെ പ്രധാന ലക്ഷണം എന്തൊക്കെയാണ്? മലബന്ധം, ഉദരവേദന, സന്ധിവേദന, കഫവും രക്തവും അടങ്ങിയ മലം എന്നിവയാണ് ഇത് അമീബിയാസിസ് എന്ന രോഗത്തിന്റെ ലക്ഷണം എന്തൊക്കെയാണ്? മലബന്ധം, ഉദരവേദന, സന്ധിവേദന, കഫവും രക്തവും അടങ്ങിയ മലം. മനസ്സിലായോ? യെസ്. ഇനി വിരകളും രോഗകാരികളും. മനുഷ്യരിലെ രോഗകാരികളായ ഹെൽമിന്തുകൾ എന്താണ്? അസ്കാരിസിസ് വിര, ഫൈലിയറിൻ വിരയായ വിച്ചറേറിയ. വിരശല്യം അഥവാ അസ്കാരിയാസിസ് എന്ന രോഗത്തിന് കാരണമാകുന്ന വിരയാണ് അസ്കാരിസ്. അസ്കാരിയാസിസ് രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് ആന്തരിക രക്തസ്രാവം, പേശിവേദന, പനി, വിളർച്ച, കുടൽപാളിയിലെ തടസ്സങ്ങൾ. ഇനി ബുച്ചറേറിയ വിരകൾ പ്രധാനമായും 2 തരത്തിലുണ്ട്. അവ ഏതൊക്കെയാണ്? ബുച്ചറേറിയ ബാൻക്രോഫ്റ്റിയും ഇനിയോ ബുച്ചറേറിയ മലായി. ഇതൊന്നും PSC ചോദിച്ചായിട്ട് കണ്ടിട്ടില്ല. ഓക്കെ അല്ലേ? യെസ്. ഇതിൽ നമ്മൾ ചോദിച്ചത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജനിതക രോഗങ്ങൾക്ക് കാരണം എന്താണ്? ചോദിച്ചാൽ പറയണം. കോശപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ജീനുകൾക്കുണ്ടാകുന്ന തകരാർ എന്താണ്? ജനിതക രോഗങ്ങൾക്ക് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പറയണം. കോശപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ജീനുകൾക്കുണ്ടാകുന്ന തകരാറാണ് ജനിതക രോഗങ്ങൾക്ക് കാരണം അല്ലേ? ജനിതക രോഗ കാരണം. ഇനി എന്താണ് നമ്മുടെ ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണം എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ഹീമോഫിലിയ, സിക്കിൾ സെൽ അനീമിയ. ജനിതക രോഗങ്ങൾക്ക് ഉദാഹരണമാണ് സിക്കിൾ സെൽ അനീമിയയും ഹീമോഫിലിയ. അപ്പോൾ എന്താണ് ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഹീമോഫീലിയ. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തനഷ്ടമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഹീമോഫീലിയ അല്ലേ? ഹീമോഫീലിയ. ഓക്കെ അല്ലേ? യെസ്. ഇനി രക്തം കട്ടപിടിക്കുന്നതിന് പ്ലാസ്മയിൽ ചില പ്രോട്ടീനുകളുടെ സഹായത്തിലാണ്. രക്തം കട്ടപിടിക്കുന്നത് പ്ലാസ്മയിൽ ചില പ്രോട്ടീനുകളുടെ സഹായത്തിലാണ് അല്ലേ? രക്തം കട്ടപിടിക്കുന്ന ഘടകങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 13. എന്താണ്? 13 ആണ്. ഫാക്ടർ 1 എന്നറിയപ്പെടുന്ന ഘടകം ഫൈബ്രിനോജൻ. ഫാക്ടർ 1 എന്നറിയപ്പെടുന്നത് ഫൈബ്രിനോജൻ. ഫാക്ടർ 2 എന്നറിയപ്പെടുന്നത് പ്രോത്രോംബിൻ. ഫാക്ടർ 2 എന്താണ്? ഫാക്ടർ 1 ഫൈബ്രിനോജൻ. ഫാക്ടർ 2 എന്നറിയപ്പെടുന്നത് പ്രോത്രോംബിൻ ആണ് അല്ലേ? ഹീമോഫീലിയ എയുമായി ബന്ധപ്പെട്ട ഘടകമാണ് ഫാക്ടർ 8. എന്താണ്? ഫാക്ടർ 8. ഇതൊന്നും PSC ചോദിച്ചായിട്ട് കണ്ടിട്ടില്ല. ഓക്കെ അല്ലേ? ഹീമോഫീലിയ ബിയുമായി ബന്ധപ്പെട്ട ഘടകം ഫാക്ടർ 9 ആണ്. ക്രിസ്മസ് ഘടകം എന്നറിയപ്പെടുന്നത് ഫാക്ടർ 9. ഓക്കെ അല്ലേ? യെസ്. ഇനി ഒരു ജനിതക രോഗമായതിനാൽ ഹീമോഫീലിയ രോഗത്തിന് പരിപൂർണ ചികിത്സ ഇല്ല. ഉൽപാദനം തകരാറിലായ പ്രോട്ടീൻ ഏതെന്ന് കണ്ടെത്തി അത് കുത്തിവെച്ചാണ് രോഗത്തിന് താൽക്കാലിക ശമനമുണ്ടാകുന്നത്. ഈ പ്രസ്താവന ശരിയാണോ ചോദിച്ചാൽ ശരിയാണല്ലേ? ഒരു ജനിതക രോഗമായതിനാൽ ഹീമോഫീലിയ രോഗത്തിന് പരിപൂർണ ചികിത്സയില്ല. ഉൽപാദനം തകരാറിലായ പ്രോട്ടീൻ ഏതെന്ന് കണ്ടെത്തി അത് കുത്തിവെച്ചാണ് രോഗത്തിന് താൽക്കാലിക ശമനമുണ്ടാകുന്നത്. ഓക്കെ അല്ലേ? ഇനി ജീനുകളിലെ വൈകല്യം രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണ ഘടകങ്ങളായ അമിനോ ആസിഡിന്റെ ക്രമീകരണത്തിലും വൈകല്യം വരുത്താറുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ അല്ലേ? യെസ്. ഇവിടെ സിക്കിൾ സെൽ അനീമിയക്ക് കാരണം ഏത് ക്രോമസോമിന്റെ ജീനിന്റെ തകരാറാണ്? ക്രോമസോം നമ്പർ 11 ആണ്. ക്രോമസോം നമ്പർ 11. ഇതാണ് സിക്കിൾ സെൽ അനീമിയക്ക് കാരണം ഏത് ക്രോമസോമിന്റെ ജീനിന്റെ തകരാറെന്ന് ചോദിച്ചാൽ പറയണം അത് ക്രോമസോം നമ്പർ 11 ആണ് അല്ലേ? എന്താണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞാൽ? സിക്കിൾ സെൽ അനീമിയ രോഗങ്ങളിലെ അരുൺ രക്താണുക്കൾക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? എന്താണ് സിക്കിൾ സെൽ അനീമിയ രോഗികളിലെ അരുൺ രക്താണുക്കൾക്ക്
എന്ത് മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ പറയണം അരുണ രക്താണുക്കളുടെ ഹീമോഗ്ലോബിന്റെ ഘടനയിൽ വ്യത്യാസം വരുന്നു അല്ലേ. അരുണ രക്താണുക്കൾ അരിവാൾ പോലെ വളയുന്നു. അരുണ രക്താണുക്കൾ എന്താണ്? അരിവാൾ പോലെ വളയുന്നു. അരുണ രക്താണുക്കളുടെ ഓക്സിജൻ വാഹക ശേഷി കുറയുന്നതാണ് ഏതിന് കാരണം? ഇങ്ങനെ അരിവാൾ പോലെ വളയാൻ കാരണം എന്താണ്? അരിവാൾ പോലെ വളയാൻ കാരണം എന്താണ്? അരുണ രക്താണുക്കളുടെ ഓക്സിജൻ വാഹകശേഷി കുറയുന്നു. അരുണ രക്താണുക്കളുടെ ഓക്സിജൻ വാഹകശേഷി കുറയുന്നു. ഇനി അരിവാൾ രൂപത്തിലാകുന്ന രക്തകോശങ്ങൾ രക്തക്കുഴലുകൾ തങ്ങി നിന്ന് രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്നു. മനസ്സിലായി? സിക്കിൾ സെൽ അനീമിയ അരുണ രക്താണുക്കൾ എന്താണ്? അരിവാൾ പോലെ വളയുന്നതാണ് കാരണം. ഓക്കെ അല്ലേ? യെസ്. ഇനി അനിയന്ത്രിതമായി കോശ വിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകൾക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അനിയന്ത്രിതമായ കോശ വിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥയാണ് ക്യാൻസർ. ത്വക്കിലെ ക്യാൻസറായ മെലനോമസ് കാരണം ഏത് ക്രോമസോമിലെ ജീനിന്റെ തകരാറാണ്? അത് ക്രോമസോം നമ്പർ 9. ത്വക്കിലെ ക്യാൻസറായ മെലനോമയ്ക്ക് കാരണമായത് ഏത് ക്രോമസോമിലെ ജീനിന്റെ തകരാറാണ്? ക്രോമസോം നമ്പർ 9 ആണല്ലേ. അൽഷിമേഴ്സ് രോഗത്തിന് കാരണം ഏത് ക്രോമസോമിന്റെ ജീനിന്റെ തകരാറാണ്? ക്രോമസോം നമ്പർ 14. അൽഷിമേഴ്സ് രോഗത്തിന് കാരണം ഏത് ക്രോമസോമിലെ ജീനിന്റെ തകരാറാണ്? ക്രോമസോം നമ്പർ 14. ഇനി തൊഴിൽ ജന്യ രോഗങ്ങൾ എന്താണ്? തൊഴിൽ ജന്യ രോഗം എന്ന് പറഞ്ഞാൽ തൊഴിലിടങ്ങളിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങളാണ് തൊഴിൽ ജന്യ രോഗങ്ങൾ. എന്താണ്? തൊഴിലിടങ്ങളിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങളാണ് തൊഴിൽ ജന്യ രോഗങ്ങൾ. കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗമാണ് ന്യൂമോകോണിയോസിസ്. ഇത് PSC ചോദിച്ചാണ് കേട്ടോ. കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗമാണ് ന്യൂമോകോണിയോസിസ്. ഇനി സ്വർണം, ടിൻ, മൈക്ക ഖനികളിലെ തൊഴിലാളികൾക്കും ക്വാറി, മൺപാത്ര നിർമ്മാണം, സെറാമിക്സ് എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവയ്ക്കും ഉണ്ടാകുന്ന രോഗമാണ് സിലിക്കോസിസ്. അപ്പം കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗം ന്യൂമോകോണിയോസിസ് ആണെങ്കിൽ സ്വർണം, ടിന്ന്, മൈക്ക ഖനികളിലെ തൊഴിലാളികൾ ക്വാറി, മൺപാത്ര നിർമ്മാണം, സെറാമിക്സ് എന്നിവയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന രോഗമാണ് സിലിക്കോസിസ്. ഓക്കെ അല്ലേ? ഇനി ആസ്ബറ്റോസിസ് ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന രോഗം ആസ്ബറ്റോസിസ് ആണ്. എന്താണ്? ആസ്ബറ്റോസ് ഫാക്ടറികളിലെ ഇതൊക്കെ PSC ചോദിച്ചതാണ്. ആസ്ബറ്റോസ് ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന രോഗം ആസ്ബറ്റോസിസ് ആണല്ലേ. ഇനി ജീവിതശൈലി രോഗങ്ങൾ എന്താണ്? അനാരോഗ്യകരമായ ജീവിതശൈലി ക്ഷണിച്ചു വരുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നതാണ്. അനാരോഗ്യകരമായ ജീവിതശൈലി ക്ഷണിച്ചു വരുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ. എന്തൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങൾ വരാൻ കാരണം? എന്താണ്? ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ, വ്യായാമം ഇല്ലായ്മ, മാനസിക സംഘർഷം, മദ്യപാനം, പുകവലി, മയക്കുമരുന്നുകളുടെ ഉപയോഗം ഇവയൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങൾ വരാൻ കാരണം. ഇനി ഇമ്പോർട്ടൻ്റ് ആണ് ടൈപ്പ് 1 പ്രമേയം. കഴിഞ്ഞ LD പരീക്ഷ പോലെ ചോദിച്ചിട്ടുണ്ട്. ടൈപ്പ് 1 പ്രമേയത്തിന് കാരണം എന്താണ്? ഇൻസുലിൻ്റെ ഉൽപാദനത്തിലുണ്ടാകുന്ന തകരാറ്. ടൈപ്പ് 1 പ്രമേയത്തിന് കാരണം എന്താണ്? ഇൻസുലിൻ്റെ ഉൽപാദനത്തിലുണ്ടാകുന്ന തകരാറാണല്ലേ. ഇൻസുലിൻ്റെ ഉൽപാദന തകരാറ് വരാൻ കാരണം ശ്വേതരക്താണുക്കളായ T ലിംഫോസൈറ്റുകൾ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുന്നതാണ്. ശ്വേതരക്താണുക്കളായ T ലിംഫോസൈറ്റുകൾ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുന്നതാണ് ഇൻസുലിൻ ഉൽപാദനത്തിൽ വരാനുള്ള തകരാറ് കാരണം. ഈ ഇൻസുലിൻ ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന തകരാറാണ് ടൈപ്പ് 1 പ്രമേയത്തിന് കാരണം. ടൈപ്പ് 1 പ്രമേയത്തിനുള്ള ചികിത്സയാണ് ആവശ്യമായ അളവിൽ ഇൻസുലിൻ നൽകുക എന്നത്. ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ എന്താണ്? ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ടൈപ്പ് 2 പ്രമേയം. ടൈപ്പ് 2 പ്രമേയം മനസ്സിലായോ? ടൈപ്പ് 2 പ്രമേയത്തിന്റെ പ്രധാന കാരണം എന്താണ് കൂട്ടുകാരെ? അത് എന്താണ്? പൊണ്ണത്തടിയും ജീൻ തകരാറും. ടൈപ്പ് 2 പ്രമേയത്തിന് കാരണം പൊണ്ണത്തടിയും ജീൻ തകരാറുമാണ്. വ്യായാമവും ആഹാര നിയന്ത്രണവും ആവശ്യമെങ്കിൽ മരുന്നുകളുടെ ഉപയോഗം മൂലവും രോഗാവസ്ഥയെ നിയന്ത്രിക്കാൻ പറ്റുന്ന പ്രമേയമാണ് ടൈപ്പ് 2 പ്രമേയം. ലോക പ്രമേയ ദിനത്തിന്റെ ലോഗോയാണ് നീലവൃത്തം. ഫാറ്റി ലിവർ എന്ന രോഗാവസ്ഥയ്ക്ക് കാരണം കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ ഇടയാക്കുന്നതാണ്. ഇത് ഫാറ്റി ലിവറിന് ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലേ. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നതും രക്തപ്രവാഹം തടസ്സപ്പെടുന്നതുമാണ് പക്ഷാഘാതം എന്ന രോഗത്തിന് കാരണം. ഇത് PSC ചോദിച്ചതാണ്. എന്താണ്?
മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നതും രക്തപ്രവാഹം തടസ്സപ്പെടുന്നതുമാണ് ഏത് രോഗത്തിന് കാരണം? പക്ഷാഘാതത്തിന് കാരണം. കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നതാണ് അമിത രക്തസമ്മർദ്ദത്തിന് കാരണം. കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നതാണ് ഏതിന് കാരണം? അമിത രക്തസമ്മർദ്ദത്തിന് കാരണം. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്ന മൂലമുണ്ടാകുന്ന രോഗമാണ് ഹൃദയാഘാതം. ഇപ്പോൾ കൊഴുപ്പടിഞ്ഞ് രക്തധമനികളിലെ വ്യാസം കുറയുന്നതാണ് അധിക അമിത രക്തസമ്മർദ്ദത്തിന് കാരണം. ഹൃദയങ്ങളിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്ന മൂലമുണ്ടാകുന്ന രോഗമാണ് ഹൃദയാഘാതം. പുകവലി മൂലം മസ്തിഷ്കത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് പക്ഷാഘാതം, നിക്കോട്ടിനോട് വിധേയത്വം എന്നിവ. ഓക്കെ അല്ലേ? യെസ്. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് രോഗങ്ങളും രോഗകാരികളും എന്ന വിഭാഗത്തിൽ നിന്ന് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വിറ്റാമിനുകളും അവയുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ച ചോദ്യങ്ങളും ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടത്തിൽ ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. ബൈ ബൈ, സീ യു.